Hi everyone, very good evening. Good evening, sir. Good evening, sir. Good evening everyone. So, welcome to the session. Welcome to the session of AAA, Advanced Audit and Assurance. So, our particular week, it's all about the revision of our topics relating to the AAA. So, നമ്മൾ എല്ലാവരും already ഒരു സെറ്റ് ടോപ്പിക്കൂടെ പോയതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ? ഹലോ, കേൾക്കുന്നില്ലേ? പഠിച്ചാണ് എല്ലാവരും? മക്കളെ എവിടെ? ആരുടെയൊന്നും കേൾക്കുന്നില്ലല്ലോ? Okay, so നമ്മൾ already പഠിച്ച topics തന്നെയാണല്ല, and we are going through each of the topics, and നമ്മൾ quickly നമ്മൾ revise ചെയ്ത് പോവായിരിക്കും ചെയ്യുന്നുണ്ടാവുക through all the topics. And in addition to that, നമ്മൾ അതേപോലെ തന്നെ questions കൂടി പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക with regarding each of these areas. So over the next 4 days നമ്മുടെ examinable ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. വെൽ നമുക്കറിയാം ട്രിപ്പിലേക്കകത്ത് സ്പെസിഫിക്കലി നമ്മുടെ 50 മാർക്സിന്റെ ഏരിയ ആണെങ്കിലും 25 മാർക്സിന്റെ ഏരിയ ആണെങ്കിലും നോർമലി നമ്മളോട് എക്സാമിന് ചോദിക്കാറുള്ള കുറെ ഏരിയാസ് ഉണ്ട്. സോ ഈ ഏരിയാസിലായിരിക്കും നമ്മൾ കൂടുതലും എംഫസൈസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇൻ ടുഡേസ് ആൻഡ് ടുമോറോസ് സെഷൻ വി വിൽ ബി ഫോക്കസിങ് മോർ ഓൺ ദ 50 മാർക്സ് ഏരിയ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ 25 മാർക്സിന്റെ ഏരിയയിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇൻ അഡീഷൻ ടു വിച്ച് വെൽ വി നോ ദാറ്റ് നമുക്കിപ്പം നേരത്തെ ആരെങ്കിലും ട്രിപ്പിൾ പേപ്പേഴ്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ but there are a lot of changes, especially in the area of 50 marks as well as in the 25 marks question as well, mainly relating to the professional marks. So ഈ professional marks എങ്ങനെയാണ് gain ചെയ്യാൻ പറ്റുന്നത്, and mainly there are multiple things to be considered while doing the 50 marks area. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളുമായിരിക്കും നമ്മൾ ഇന്ന് മെയിൻലി ഫോക്കസ് ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. Okay, all right. So basically when it comes to the area of AAA, നമുക്കറിയാം നോർമലി നമ്മളോട് ചോദിക്കാറുള്ളത് കുറച്ച് ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി നമുക്ക് വരാറുള്ളത്. സോ 50 മാർക്സിന്റെ ഏരിയക്കകത്താണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലിമിറ്റഡ് ഏരിയ എന്നാണ് ചോദിക്കാറുള്ളത്. സെയിം as that നമ്മുടെ 25 മാർക്സിന്റെ ഏരിയ ആണെങ്കിലും കുറച്ച് ലിമിറ്റഡ് ഏരിയാസിൽ നിന്നാണ് ചോദിക്കാറുള്ളത്. അപ്പൊ നമ്മുടെ 50 മാർക്സിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മെയിൻലി വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് 50 മാർക്സ് ഏതൊക്കെയാണ് നമുക്ക് യൂഷ്വലി ടെസ്റ്റ് ചെയ്യാറുള്ള ഏരിയാസ്? ഏതൊക്കെയാണ് മക്കളെ? മെയിൻലി റിലേറ്റിംഗ് ടു ദ റിസ്ക് അല്ലെ? റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചോദിച്ചുകൊണ്ടിരുന്നത്. And when it comes to the area of risk in that നമുക്ക് multiple elements ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഈസ് ഓഡിറ്റ് റിസ്ക്. പിന്നെ വേറെന്തായിരുന്നു ഉണ്ടായിരുന്നു? Business risk. Yeah, there is business risk. Then Risk of material misstatement. Risk of material misstatement with analytical procedures. അല്ലേ? There can be chances that audit riskന്റെ കൂട്ടത്തിലും analytical procedures ചോദിക്കാം. So probably risk of material misstatements with analytical procedures. ഇതിനകത്ത് നിങ്ങളോട് ഒന്നെങ്കിൽ 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക ഓഡിറ്റ് റിസ്കിനെ ബേസ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ മേ ബി ഇറ്റ് മൈറ്റ് ബി എ കോമ്പിനേഷൻ ഓഫ് ബിസിനസ് റിസ്ക് ആൻഡ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ടുഗദർ, ഓർ എൽസ് ഇറ്റ് ക്യാൻ ഓൾസോ ബി എ കോമ്പിനേഷൻ ഓഫ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഓർ ഓഡിറ്റ് റിസ്ക് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ഏത് രീതി വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ അഗെയിൻ നെക്സ്റ്റ് നമ്മളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഏതായിരുന്നു മെയിൻ ഏരിയാസ്? Audit procedures, അല്ലേ? There can be chance of having a question on audit procedures, and again audit procedures-ന്റെ കൂട്ടത്തിൽ തന്നെ rarely നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയാ. ബട്ട് ഇറ്റ് ഇസ് വെരി റയർ, ബട്ട് സ്റ്റിൽ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഏരിയ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അഗെയിൻ ഇവിടെ എത്തിക്സിന്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഫൈനലി there can be chances of having some theoretical questions as well. തിയറി ചോദിക്കാം, ബട്ട് ചാൻസസ് ആർ വെരി ലോ, ബട്ട് സ്റ്റിൽ തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ആൻഡ് ഫൈനലി വെൽ വി നോ ദാറ്റ് ദർ ഇസ് ഇൻട്രൊഡക്ഷൻ ഓഫ് പ്രൊഫഷണൽ മാർക്സ്. ആൻഡ് പ്രൊഫഷണൽ മാർക്സ് എത്രയാണ് നമുക്ക് 50 മാർക്സിന്റെ ക്വസ്റ്റ്യനിലുള്ളത്? എത്രയായിരുന്നു? 10 മാർക്സ് ഓഫ് പ്രൊഫഷണൽ മാർക്സ് ഇൻ ദ 50 മാർക്സ് ഏരിയ. അപ്പൊ ഇത്രയാണ് നമ്മുടെ 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ സെയിം as that of the 50 മാർക്സ് ഏരിയ, നമ്മുടെ 25 മാർക്സിന്റെ ഏരിയയിലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. വെൽ വി നോ ദാറ്റ് നമുക്ക് നേരത്തെ 25 മാർക്സിനും ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരുന്നു. ഹൗവർ നമുക്കിപ്പോൾ 20 മാർക്കിന് മാത്രമാണ് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാനായിട്ടുള്ളത്. 5 മാർക്സ് വെച്ചിട്ട് ഇൻ ബോത്ത് ക്വസ്റ്റ്യൻസ് വി ഹാവ് പ്രൊഫഷണൽ മാർക്സ്. അപ്പം 25 മാർക്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെയാണ് നമുക്കൊരു ക്ലിയർ പിക്ചർ ഉള്ളത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി ഓൺ ദ ഏരിയ ഓഫ് റിപ്പോർട്ടിംഗ്. റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. മേ ബി ഇൻ മൈറ്റ് ക്യാൻ ബി എ ക്വസ്റ്റ്യൻ ഓൺ critical appraisal. They might ask us to critically appraise the auditor's report or any other assurance report.
And they will also be questioned on the reporting part as well. So company financial statements related to a particular scenario and the opinion questions ചോദിക്കാൻ chance ഉണ്ട്. And in the second question can be from the other areas. We'll just consider it as other areas because those questions can be from anywhere over the syllabus. So that question will also be having 20 marks as part of the descriptive area. And again, next 5 marks will be professional marks. So these are the total set of questions that will be there for your AAA exam. Out of which the most important factor that you have to consider is the area of 50 marks question. So well, we know that we need to take roughly around 1.5 hours to complete this whole question that's relating to the 50 marks. And it's one of the most time consuming area. And even by spending 1.5 hours also, you might not be able to complete this question completely. So in that case, you have to clearly understand the fact that the 50 marks question is not just a question for risk. Risk is just a part of the 50 marks question. Only half of the mark is allocated towards the risk area, and other half or the majority of mark will be mainly be based on the other areas. So you have to give equal importance for the area of risk, and in addition to that, equal importance for the area of audit procedures, additional information, and the ethics. Because most majority of students used to skip these areas, and they will spend the whole time for the risk. And ultimately, you won't be able to gain much marks from this area. കാരണം നമുക്ക് ഓരോ റിസ്കിന്റെയും ക്വസ്റ്റനിൽ there's a capping. So maximum ഇത്ര മാർക്ക് മാത്രമേ നമുക്ക് ഒരു റിസ്കിന് കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എത്ര എക്സ്റ്റെൻഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും റിസ്കിന് അലൗഡ് ആയിട്ടുള്ള മാർക്ക് മാത്രമേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അൺനെസസറിലി നിങ്ങൾ ആ റിസ്കിന്റെ ഏരിയയിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വോണ്ട് ബി ഏബിൾ ടു സ്കോർ മച്ച് ഫോർ യുവർ എക്സാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾവേസ് ട്രൈ ടു ഫോക്കസ് മോർ ഓൺ ദി ഏരിയ ഓഫ് അതർ ഏരിയാസ് ആസ് വെൽ. അതായത് റിസ്കിന് പുറമെയുള്ള ഏരിയാസിലും കൂടി സ്പെൻഡ് ചെയ്യാൻ നോക്കണം when it comes to the 50 marks area. Clear ആയ എല്ലാവർക്കും? Okay. So well, that was just a quick introduction with regarding the examinable content. So നമുക്ക് AAA ഏറ്റവും മെയിൻ ഏരിയ, that's a 50 marks question. 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്താണ് നമുക്ക് മെയിൻലി പ്രൊഫഷണൽ മാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സോ മെയിൻലി നമ്മുടെ 10 മാർക്സ് ഓഫ് പ്രൊഫഷണൽ മാർക്ക് എന്ന് പറയുന്നത് 4 കാര്യങ്ങളുടെ ബേസിസിലാണ് നമുക്ക് അലൊക്കേറ്റ് ചെയ്ത് കിട്ടുക. ഫസ്റ്റ് വൺ, communication, then analysis and evaluation, professional skepticism and judgment, and professional mark will be also be awarded on the basis of the commercial acumen. So ഇങ്ങനെയുള്ള 4 ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് നമുക്ക് മെയിൻലി പ്രൊഫഷണൽ മാർക്സ് കിട്ടുന്നുണ്ടാവുക. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദി ഏരിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾക്ക് 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നോർമലി ഒരു എൻഗേജ്മെന്റ് പാർട്ട്ണർ ഒരു ഓഡിറ്റ് മാനേജറായ നിങ്ങൾക്ക് മെയിൽ ചെയ്യുന്നതായിട്ടാണ് നോർമലി കാണിക്കാറ്. ആ ഓഡിറ്റ് മാനേജറായി നിങ്ങൾക്ക് കിട്ടിയ മെയിലിന് റെസ്പോണ്ട് ചെയ്യാനാണ് നിങ്ങളോട് നോർമലി പറയാറ്. സോ ഈ മെയിലിന് എങ്ങനെയാണോ അപ്രോപ്രിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യേണ്ടത്, ആ റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാർക്ക് കിട്ടുന്നത്. നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളോട് ബ്രീഫിംഗ് നോട്ടായിട്ടാണ് 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ കൺക്ലൂഡ് ചെയ്യാൻ പറയുന്നത്. സോ ബ്രീഫിംഗ് നോട്ടായിട്ട് പ്രസന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്രീഫിംഗ് നോട്ടിന്റെ അകത്തുള്ള കോണ്ടന്റ് പ്രോപ്പർലി ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക റിലേറ്റിംഗ് ടു ദ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെ നിങ്ങളോടൊരു മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ടേഷൻ ആയിട്ട് റിലേറ്റഡ് സജഷൻ പറഞ്ഞിട്ടുണ്ടാവും സിനാരിയോയ്ക്കകത്ത്. ആ സജഷൻ ഫോളോ ചെയ്ത് മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള മാർക്സ് കിട്ടുന്നുണ്ടാവുക. ഇനി നമ്മൾ ഓരോ സിനാരിയോയും പ്രോപ്പർലി വേണം ഇന്റർപ്രറ്റ് ചെയ്യാൻ. വിച്ച് മീൻസ് ദാറ്റ് സിനാരിയോയിലുള്ള കാര്യം എന്താണെന്ന് പ്രോപ്പർലി മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രോപ്പർലി സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്ത് ആ സിനാരിയോനെ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഓരോ സിനാരിയോയിലും നമുക്ക് തന്നേക്കുന്ന ഇൻഫർമേഷൻ എന്താണോ ആ ഇൻഫർമേഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മുടെ ആൻസറിങ് പാറ്റേണിൽ യൂസ് ചെയ്യുന്നതിനാണ് അനാലിസിസ് ആൻഡ് ഇവാലുവേഷന് മാർക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം യൂസ് ചെയ്യേണ്ടതിനെ കുറിച്ച് പല രീതിയിൽ പറയുന്നുണ്ട്. സോ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം എന്ന് പറയുമ്പോൾ മെറ്റീരിയാലിറ്റി നമ്മൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മളോട് റിസ്ക് ആയിട്ടല്ല അവർ ചോദിക്കുക, സിഗ്നിഫിക്കന്റ് റിസ്കുകൾ എന്തൊക്കെയാണെന്നാണ്. സോ സിഗ്നിഫിക്കന്റ് റിസ്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും. അതാണ് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ആൻഡ് ജഡ്ജ്മെന്റ് എന്ന് പറയാം. ആൻഡ് കൊമേഴ്ഷ്യൽ അക്യുമെന്റ് എന്ന് പറയുമ്പോൾ നോർമലി എത്തിക്സിന്റെ ഒക്കെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും എത്തിക്കൽ ത്രെട്ട് ഉണ്ടാവുന്ന സമയത്ത് ആ ഓരോ എത്തിക്കൽ ത്രെട്ടും എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടതെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഓരോ എത്തിക്കൽ ത്രെട്ടും എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ള പ്രോപ്പർ റെക്കമെൻഡേഷൻ, പ്ലോസിബിൾ അല്ലെ റീസണബിൾ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നതിനായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഓരോ എത്തിക്കൽ ത്രെട്ടും നമ്മുടെ ഫേമിനെ എങ്ങനെ അഫക്ട് ചെയ്യും, അതേപോലെ തന്നെ ഹൗ ഡസ് ഇറ്റ്
does it create significance in the audit firm? ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിനായിരിക്കും നമുക്ക് കൊമേഴ്ഷ്യൽ അക്യുമൻ എന്ന് പറയുന്ന പ്രൊഫഷണൽ മാർക്സ് കിട്ടുന്നുണ്ടാവുക. ഇതും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാത്രം പറഞ്ഞാണ് കമ്മ്യൂണിക്കേഷൻ, അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ, പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ആൻഡ് ജഡ്ജ്മെന്റ് ആൻഡ് കൊമേഴ്ഷ്യൽ അക്യുമൻ എന്ന്. ബട്ട് ഈ ഓരോ മാർക്കും ലിറ്ററലി നമുക്ക് സിനാരിയോയിൽ വന്നു കഴിയുമ്പോഴത്തേനും എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഓരോന്നും ആൻസർ ചെയ്യേണ്ടതെന്നുള്ളതും നമുക്ക് കൺസിഡർ ചെയ്യാം. സോ നമ്മുടെ 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മളോട് ചോദിക്കാറുള്ള ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്. ഓഡിറ്റ് റിസ്ക് ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ അടുത്ത് എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. സോ വെൽ വി നോ ദാറ്റ് ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുള്ള ചാൻസിനെ റിസ്ക് എന്ന് വിളിക്കാം? ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിനെയാണ് നമ്മൾ റിസ്ക് എന്ന് വിളിക്കുക. അപ്പൊ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പോസിബിലിറ്റി ഫോർ മിസ്റ്റേക്ക്. റിസ്ക് എന്ന് പറഞ്ഞാൽ തന്നെ മിസ്റ്റേക്ക് ഉണ്ടാവാനായിട്ടുള്ള ഒരു പോസിബിലിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിസ്ക് എന്ന് വിളിക്കുക. അവിടെ ഉറപ്പായിട്ട് മിസ്റ്റേക്ക് കാണണം നിർബന്ധമുണ്ടോ? എന്താണേലും മിസ്റ്റേക്ക് ഉണ്ടാവണം നിർബന്ധമുണ്ടോ മക്കളെ? ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് എ പോസിബിലിറ്റി. ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള സാധ്യത മാത്രമാണ് റിസ്ക്. അതുകൊണ്ട് തന്നെ റിസ്ക് എന്ന് പറയുന്ന അസംപ്ഷൻ ആയിരിക്കും ഒരു പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് മാത്രമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് മിസ്റ്റേക്സ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഇറ്റ്സ് മെയിൻലി ഡ്യൂ ടു 3 റീസൺസ്. എന്തൊക്കെയായിരുന്നു? ഇൻഹെറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക്, ഡിറ്റക്ഷൻ റിസ്ക്. ഇൻഹെറന്റ് റിസ്കും കൺട്രോൾ റിസ്കും ഡിറ്റക്ഷൻ റിസ്കും കൂടെ കാരണം കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഓഡിറ്റ് റിസ്ക് ഉണ്ടാവുന്നത്. ആൻഡ് ഇൻഹെറന്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് യു മീൻ ബൈ ഇൻഹെറന്റ് റിസ്ക്? ഒരു ഓഡിറ്റിന്റെ ഓഡിറ്റിന്റെ ഭാഗത്തു നിന്നാണോ കമ്പനിയുടെ ഭാഗത്തു നിന്നാണോ? കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന റിസ്ക് ആണ് ഇൻഹെറന്റ് റിസ്ക് എന്ന് പറയാം. മെയിൻലി ഒരു കമ്പനിയുടെ നേച്ചർ ഓഫ് ഓപ്പറേഷന്റെ ബേസിസിലോ അല്ലെങ്കിൽ ആ കമ്പനി എന്തൊക്കെ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഒരു കമ്പനി ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് എന്തായിരിക്കും? ഭയങ്കര ഹൈ ആയിരിക്കും. സെയിം as ഒരു കമ്പനി ട്രാൻസാക്ഷൻസ് പെർഫോം ചെയ്യുന്ന സമയത്ത് ആ കമ്പനി ഒരുപാട് തരത്തിലുള്ള ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷനിലൊക്കെ മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള റിസ്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇൻഹെറന്റ് റിസ്ക് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു കമ്പനി പുതുതായിട്ട് ഒരു അക്കൗണ്ടിങ് പോളിസി അഡോപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്പനി ഒരുപാട് തരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉള്ള ഒരു മാർക്കറ്റിൽ ട്രേഡിംഗ് നടത്തുന്ന കമ്പനിയാണ്, അങ്ങനെയൊക്കെയാണ് മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. സോ ഒരു കമ്പനിയുടെ കൺട്രോൾസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കമ്പനിയുടെ നേച്ചർ ഓഫ് ഓപ്പറേഷന്റെ ബേസിസിൽ അവിടെ പ്രസന്റ് ആയിട്ടുള്ള റിസ്ക് എന്താണോ ആ ഫിസിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റിനെയാണ് നമ്മൾ ഇൻഹെറന്റ് റിസ്ക് എന്ന് വിളിക്കുക. ആൻഡ് കൺട്രോൾ റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം വീക്ക് ആയ കാരണം കൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന മിസ്റ്റേക്കിനെ കമ്പനിക്ക് പ്രിവെന്റ് ചെയ്യാനോ ഡിറ്റക്ട് ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ പറ്റാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വിൽ കോൾ ഇറ്റ് ആസ് കൺട്രോൾ റിസ്ക്. അപ്പൊ ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിനകത്തുള്ള വീക്ക്നെസ് കാരണം കൊണ്ട് വരുന്ന റിസ്ക് ആണ് എന്ത്? കൺട്രോൾ റിസ്ക് എന്ന് വിളിക്കുക. ആൻഡ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദി ഓഡിറ്റർ, ഓഡിറ്ററിന്റെ കയ്യിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്ന ഒരേ ഒരു മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിറ്റക്ഷൻ റിസ്ക് ആയിരിക്കും. അപ്പം ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താ? ആസ് എൻ ഓഡിറ്റർ നമ്മൾ പെർഫോം ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണോ, നമ്മൾ പെർഫോം ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് വഴി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തുള്ള മിസ്റ്റേക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണോ അത് ആഡിക്വേറ്റ് അല്ലായിരുന്നു FSന്റെ അകത്തുള്ള മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓഡിറ്ററായി നമ്മൾ ചെയ്ത പ്രൊസീജിയേഴ്സ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത മിസ്റ്റേക്സിനെയാണ്, അല്ലെങ്കിൽ ആ മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റിനെയാണ് എന്തെന്ന് വിളിക്കുക? ഡിറ്റക്ഷൻ റിസ്ക് എന്ന് വിളിക്കുക. ആൻഡ് ഓൾ ദീസ് 3 കോമ്പണന്റ്സ് ഓഫ് റിസ്ക് വിൽ ടുഗദർ ഫോം ദ ഓഡിറ്റ് റിസ്ക്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ. ഇതിനകത്ത് ഇൻഹെറന്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്കിനെ നമ്മൾ കമ്പൈൻഡ് ആയിട്ട് വിളിക്കുന്ന പേരെന്തായിരുന്നു? റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. ഇൻഹെറന്റ് റിസ്കിനെയും കൺട്രോൾ റിസ്കിനെയും കൂടി ടുഗദർ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന പേരായിരുന്നു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കുക ഓഡിറ്റ് റിസ്ക് ആയിരിക്കും. ഓഡിറ്റ് റിസ്ക് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ റിസ്കിനെ കുറിച്ച് എഴുതണം? എല്ലാ ഇൻഹെറന്റ് റിസ്കിനെ കുറിച്ചും കൺട്രോൾ റിസ്കിനെ കുറിച്ചും ഡിറ്റക്ഷൻ റിസ്കിനെ കുറിച്ചും എഴുതുന്നുണ്ടാവണം. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദേ ആർ ആസ്കിംഗ് യു ടു റൈറ്റ് അബൌട്ട് ദി റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, അവിടെ നിങ്ങൾ എന്തിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല? ഡിറ്റക്ഷൻ റിസ്കിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല.
You only want to mention about the risk in relation to the inherent and controlled nature. Clear ayo? Yes, sir. Okay. Sir. So ഇതായിരുന്നു നമ്മുടെ ബേസിക് ആയിട്ട് റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ച കാര്യം. സോ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ഒപ്പീനിയൻ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്ക്, ആ ഒരു മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റിനെയാണ് റിസ്ക് എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി ഓഡിറ്റ് റിസ്ക് നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് നോർമലി ഒന്നെങ്കിൽ നിങ്ങൾ എഴുതുന്നുണ്ടാവുക റിസ്ക് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടെ ഉള്ള റിസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഓഡിറ്റ് റിസ്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഇല്ലാതെ ജനറൽ ആയിട്ടുള്ള റിസ്കുകളും വരാം. സപ്പോസ് കൺസിഡർ ദാറ്റ് നിങ്ങൾക്ക് ഓഡിറ്റ് റിസ്ക് ചോദിച്ചേക്കുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകളെ കുറിച്ചാണ്. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ് ഒരു കമ്പനി റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു, 10 million റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു. ആ 10 million എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടിയ എമൗണ്ട് ആയിരുന്നു, ഒരു ബെസ്പോക്ക് ഇൻവെന്ററി ഉണ്ടാക്കുന്നതിന് കിട്ടിയ അഡ്വാൻസ് എമൗണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഉണ്ട്, ദിസ് IFRS 15, ശരിയല്ലേ? അപ്പോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഓഡിറ്റ് റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് എഴുതേണ്ടി വരിക. അപ്പോൾ ഓഡിറ്റ് റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ആദ്യമേ എത്രയാണോ അവിടെ ആ റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്കിന്റെ എമൗണ്ട്, ആ എമൗണ്ട് മെറ്റീരിയൽ ആണോ എന്നുള്ള മെറ്റീരിയാലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ദ കമ്പനി ഹാവ് റിസീവ്ഡ് ആൻഡ് എ ഡെപ്പോസിറ്റ് എമൗണ്ട് ഓഫ് 10 million ഇൻ റിലേഷൻ ടു ദ ബെസ്പോക്ക് ഇൻവെന്ററി. സോ 10 million ആണ് ബെസ്പോക്ക് ഇൻവെന്ററി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കമ്പനിക്ക് കിട്ടിയേക്കുന്നത്. അങ്ങനെയാണ് 10 million എന്ന് പറയുന്ന എമൗണ്ട് ആദ്യമേ നമ്മൾ എന്താണോ എന്ന് പറയണം, മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യം പറയണം. രണ്ടാമതായിട്ട് നിങ്ങൾ പറയേണ്ടത് പ്രോപ്പർലി അവിടെ വരേണ്ടിയ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ, ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് എക്സസീവ് ആയിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് എഴുതണ്ട, സിനാരിയോ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് മാത്രം എഴുതിയാൽ മതി. സേ ഫോർ എക്സാമ്പിൾ ബെസ്പോക്ക് ഇൻവെന്ററി ആയിട്ട് റിലേറ്റ് ചെയ്ത് കിട്ടിയ അഡ്വാൻസ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ഇനീഷ്യൽ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ റവന്യൂ റെക്കഗ്നീഷൻ ക്രൈറ്റീരിയ എന്താണോ അത് മാത്രം പറഞ്ഞാൽ മതി. അവിടെ അല്ലാണ്ട് നമ്മുടെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സിംഗിൾ ഒബ്ലിഗേഷനേ ഉള്ളൂ. അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ എന്താ ട്രീറ്റ്മെന്റ്, സ്റ്റാൻഡേർഡ് ഓൺ സെല്ലിംഗ് പ്രൈസിന്റെ ബേസിസിൽ അലോക്കേറ്റ് ചെയ്യണോ, 5 സ്റ്റെപ്പ് മോഡൽ ഫോളോ ചെയ്യണോ, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്താണോ സിനാരിയോ ഡിമാൻഡ് ചെയ്യുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അത് മാത്രം പറയാം. മൂന്നാമതായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അവിടെ എന്താണ് സംഭവിച്ചത്, വാട്ട് വെൻ റോങ്, അവിടെ എന്താണ് സംഭവിച്ചത്. സോ വാട്ട് വെൻ റോങ് അല്ലെങ്കിൽ വാട്ട് വിൽ ഗോ റോങ്, വാട്ട് വിൽ ഗോ റോങ് എന്നുള്ള കാര്യം പറയണം. അവിടെ എന്താ തെറ്റായിട്ടുള്ളത് സംഭവിച്ചതെന്ന് നിങ്ങൾ പറയേണ്ട സമയത്ത് അവിടെ പ്രോപ്പർലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണോ സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത് ആ സിനാരിയോ പ്ലസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിൽ എന്താണോ മിസ്റ്റേക്ക് സംഭവിച്ചത് അതും കൂടി കമ്പൈൻ ചെയ്ത് വേണം എഴുതാൻ. അപ്പൊ ഈ സിനാരിയോ പ്ലസ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ പ്രോപ്പർലി സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവണം. ആൻഡ് ഫൈനലി നിങ്ങൾ അവിടെ എന്താണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് ഇമ്പാക്ട് വന്നേക്കുന്നത് ആ ഇമ്പാക്ട് ഓൺ FS എന്താണെന്നുള്ളതും ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. സോ ഈ 4 കാര്യങ്ങളാണ് റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയേണ്ടത്. അപ്പൊ ആദ്യമേ മെറ്റീരിയാലിറ്റി പറയാം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് പറയണം, വാട്ട് വെൻ റോങ് എന്നുള്ള കാര്യം പറയുക ക്ലിയർലി, ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് എന്താണ് ഇമ്പാക്ട് വന്നേക്കുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾ ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ബട്ട് ടു ബി ഫ്രാങ്ക്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു, ശരിയല്ലേ? ഇപ്പം ഏതൊരു പഴയ അറ്റംപ്റ്റിലാണെങ്കിലും പണ്ട് തൊട്ടുള്ള എല്ലാ റിവിഷൻ ക്ലാസ്സിലും ഞാൻ പറയാനുള്ള സെയിം മെത്തേഡ് തന്നെയാണിത്. മെറ്റീരിയാലിറ്റി, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, വാട്ട് വെൻ ഗോൺ ആൻഡ് ഇമ്പാക്ട് ഓൺ ദി FS. However, from the last September exam onwards നമുക്ക് മെയിൻലി ചേഞ്ച് വന്ന ഏരിയ ആണിത്. മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് ആസ് യൂഷ്വൽ നിങ്ങൾ മെറ്റീരിയാലിറ്റിയുടെ ബെഞ്ച് മാർക്സ് ചെക്ക് ചെയ്യണം. മെറ്റീരിയാലിറ്റിയുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ SOPL ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള പഠിച്ചിട്ടുണ്ട്, SOFP ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നേച്ചർ ഓഫ് ദി ട്രാൻസാക്ഷന്റെ ബേസിസിനും പഠിച്ചിട്ടുണ്ട്. SOPLന്റെ ബേസിസിൽ ഏതൊക്കെയാണ് നമുക്ക് ബെഞ്ച് മാർക്സ് പഠിച്ചിട്ടുള്ളത്? SOPLന്റെ ഏതൊക്കെയായിരുന്നു? അതായത് കമ്പനിയുടെ റവന്യൂ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? റവന്യൂ പഠിച്ചിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് പഠിച്ചിട്ടുണ്ട്, പിന്നെയോ സോറി PBT അല്ലെ, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ PBT പഠിച്ചിട്ടുണ്ട്. സോ ഗ്രോസ് പ്രോഫിറ്റിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ റവന്യൂവിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ മെറ്റീരിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്?
0.5 to 1%. 0.5 to 1%. Okay. Then gross profit in your 0.5 to 1%. 1% തന്നെ. PBT യോ 5 to 10%. 10%. Good. SOFP യുടെ എലമെന്റ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? SOFP യുടെ ടോട്ടൽ അസറ്റ് പഠിച്ചിട്ടുണ്ട്, നെറ്റ് അസറ്റ്സ് പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ അസറ്റിന് എത്ര പെർസെന്റേജ് ആയിരുന്നു? 1 to 2%. 1% to 2%. നെറ്റ് അസറ്റ്സിന്റെയോ 2 to 5%. 2 to 5%. Okay. നേച്ചർ ഓഫ് ദി ട്രാൻസാക്ഷന്റെ ബേസിസ് ഞാൻ രണ്ട് കാര്യങ്ങളാണ് മെയിൻലി കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? Related party transactions. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെയോ ഗോയിങ് കൺസേൺ റിലേറ്റഡ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടോ എന്ന് മെയിൻലി നോക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് എലമെന്റ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എലമെന്റ്സ് ആർക്കെങ്കിലും ഓർത്തിരിക്കാൻ പാടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലോവർ ലിമിറ്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ലോവർ ലിമിറ്റിന്റെ നേരെ ഡബിൾ ആയിരിക്കും അപ്പർ ലിമിറ്റ് എന്ന് പറയാം. റവന്യൂ 0.5 ആണ്, അപ്പർ ലിമിറ്റ് ഈസ് 1. GP 0.5 ആണ്, അപ്പർ ലിമിറ്റ് ഈസ് 1. PBT 5 ആണ്, അപ്പർ ലിമിറ്റ് ഈസ് 10. ടോട്ടൽ അസറ്റ് 1% ആണ്, അപ്പർ ലിമിറ്റ് ഈസ് 2. നെറ്റ് അസറ്റ്സിന്റെ കേസിൽ മാത്രമേ അവിടെ ഡിഫറൻസ് വരുന്നുള്ളൂ. നെറ്റ് അസറ്റ്സിന്റെ കേസിൽ മാത്രം ലോവർ ലിമിറ്റ് ഈസ് 2 ആൻഡ് അപ്പർ ലിമിറ്റ് ഈസ് 5. അതർ ദാൻ ദാറ്റ് എല്ലാ കേസിലും നമുക്ക് മെറ്റീരിയാലിറ്റി ലോവറിന്റെ ഡബിൾ ആയിരിക്കും അപ്പർ ലിമിറ്റ്. അതുപോലെ തന്നെ നേച്ചർ ഓഫ് ദി ട്രാൻസാക്ഷന്റെ ബേസിസ് നമ്മൾ മെറ്റീരിയാലിറ്റി കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും പ്രസന്റ് ആണോ? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് വിച്ച് മീൻസ് ട്രാൻസാക്ഷൻ വിത്ത് ദ ആരൊക്കെയായിരുന്നു? പേരന്റ് കമ്പനി, അസോസിയേറ്റ്, ജോയിന്റ് വെഞ്ചർ, പിന്നെ വേറെ എന്തൊക്കെയാണ്? ഡയറക്ടേഴ്സ്, കീ മാനേജ്മെന്റ് പേഴ്സൺസ്, അല്ലെ? ഇങ്ങനെ ഒരു കമ്പനിയായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും ആരായിരിക്കും? റിലേറ്റഡ് പാർട്ടീസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇഫ് ദർ ഈസ് സംതിങ് ദാറ്റ് മൈറ്റ് അഫക്ട് ദ ഗോയിങ് കൺസേൺ എബിലിറ്റി ഓഫ് ദി കമ്പനി, കമ്പനിയുടെ ഗോയിങ് കൺസേൺ അസംഷൻ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതും എന്തായിരിക്കും? മെറ്റീരിയൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊഫഷണൽ മാർക്ക് കിട്ടാൻ പോകുന്ന ഏരിയ ആണ് മെറ്റീരിയാലിറ്റിയുടെ കമ്പ്യൂട്ടേഷൻ. ഞാൻ കുറച്ചു മുന്നേ പ്രൊഫഷണൽ മാർക്ക് ഗെയിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, മെറ്റീരിയാലിറ്റിയുടെ ബെഞ്ച് മാർക്ക് ഏതാണോ യൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ആ ബെഞ്ച് മാർക്ക് തന്നെ യൂസ് ചെയ്യണം എന്ന്. അപ്പൊ എപ്പോഴും നിങ്ങൾ സിനാരിയോ വായിച്ച് നോക്കുന്ന സമയത്ത് പാർട്ട്ണർ നിങ്ങൾക്ക് അയച്ചേക്കുന്ന മെയിൽ ഉണ്ടാവും. ആ പാർട്ട്ണർ നിങ്ങൾക്ക് അയച്ചേക്കുന്ന മെയിലിന്റെ അകത്ത് ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും മെറ്റീരിയാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. സോ ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന നോക്കി, ഈ കമ്പനീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ഐ നീഡ് യു ടു ബിഗിൻ ദ പ്ലാനിംഗ് ഓഫ് ഓഡിറ്റ് ഓഫ് ആദംസ് ഗ്രൂപ്പ് for the year ending 31st May 2015. As you know, you have been appointed to audit the group financial statements, and we have also been appointed to audit the financial statements of the parent company and all of the subsidiaries of the group except for a foreign subsidiary, L company, which is being audited by a local firm, Clapton and Co. All components of the group have the same year, end of 31st May, reported under the IFRS standards and in the same currency. Based on the analysis I have done on this industry, it is appropriate for the overall materiality to be based on profitability of the group. So നമ്മളോട് അവർ ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് സിനാരിയോയ്ക്കകത്ത്. നമ്മളാണ് ഈ ഓഡിറ്റ് പെർഫോം ചെയ്യുന്നത്. ഗ്രൂപ്പിന്റെ എല്ലാ എൻറ്റിറ്റീസും നമ്മളാണ് ഓഡിറ്റ് ചെയ്യുന്നത് എക്സെപ്റ്റ് എ ഫോറിൻ സബ്സിഡറി. ആൻഡ് ഈ ഇൻഡസ്ട്രിയുടെ ബേസിസ് നമ്മളോട് പറഞ്ഞു ഓവറോൾ മെറ്റീരിയാലിറ്റി നമ്മളോട് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസിൽ ഡിറ്റർമൈൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ അടുത്ത് സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ടും നിങ്ങൾ എന്തിന്റെ ബേസിസ് തന്നെ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം? പ്രോഫിറ്റിന്റെ ബേസിസ് തന്നെ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ ആയ മക്കളെ? ഓക്കെ. അപ്പം സിനാരിയോയിൽ നോക്കുക, 50 മാർക്സ് ക്വസ്റ്റ്യന്റെ ഇമെയിലിന്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട് മെറ്റീരിയാലിറ്റി ഏത് എലമെന്റിന്റെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്. പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസിൽ എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ട് എന്ത് ചെയ്യണം? പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസ് തന്നെ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഹൗഎവർ ഈ മെറ്റീരിയാലിറ്റി പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് ചൂസ് ചെയ്യണോ അപ്പർ ലിമിറ്റ് യൂസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5% എന്നുള്ളത് പ്രോഫിറ്റിന്റെ മെറ്റീരിയൽ ആയിട്ട് എടുക്കാം. കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കുക. ഈ ഒരു കേസിലാണെങ്കിൽ ഈ കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണെന്ന് സിനാരിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിങ്ങൾക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ഫോർ ദി ഇയർ 9,700 ആണ് തന്നേക്കുന്നത്. ഈ 9,700 9.7 മില്യന്റെ
5% വേണേലും എടുക്കാം, 10% വേണേലും എടുക്കാം, അല്ലെ അതിന്റെ ഇടയിലുള്ള ഏത് എമൗണ്ട് വേണേലും എടുക്കാം. However, it should be based on a reasonable assumption. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന മാർക്ക് കിട്ടുക. അതായത് മെറ്റീരിയാലിറ്റി പറഞ്ഞു തന്നെ യൂസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ മാർക്ക് കിട്ടും. മെറ്റീരിയാലിറ്റി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിയർലി നോക്കുന്നുണ്ടാവണം മെറ്റീരിയാലിറ്റി ചൂസ് ചെയ്യാനായിട്ടുള്ള ഫാക്ടേഴ്സ്. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ യു നീഡ് ടു കൺസിഡർ വെദർ ഇറ്റ്സ് എ ന്യൂ ക്ലയന്റ്. ഇതൊരു പുതിയ ക്ലയന്റ് ആണോ എന്നുള്ള കാര്യം വേണം ആദ്യമേ നോക്കാൻ. സെക്കൻഡ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് വെദർ ഇറ്റ്സ് എ ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ്. പുതുതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ക്ലയന്റ് കമ്പനി ആണോ എന്നുള്ള കാര്യം വേണം രണ്ടാമത് നോക്കാനായിട്ട്. മൂന്നാമത് നോക്കേണ്ടത് എന്തായിരുന്നു? ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് വീക്ക്നെസ് ഉണ്ടോ എന്ന് നോക്കുക. ദെൻ മാനേജ്മെന്റ് ബയാസ്ഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ? അതേപോലെ തന്നെ ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻലി കൺസിഡർ ചെയ്യേണ്ടത് ടു ഡിറ്റർമൈൻ വിച്ച് മെറ്റീരിയാലിറ്റി ഹാവ് ടു ബി സെലക്ടഡ്. അതായത് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഒരു ന്യൂ ക്ലയന്റ് ആണോ ന്യൂലി ലിസ്റ്റഡ് ആണോ നോക്കണം. ആൻഡ് ഓൾവേസ് കീപ് ഇൻ മൈൻഡ് ഇഫ് ഇറ്റ്സ് എ ന്യൂ ക്ലയന്റ് ഓർ എ ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ്, ബോത്ത് കേസസിൽ നിങ്ങൾ എപ്പോഴും ഏറ്റവും ലോവർ ലിമിറ്റ് വേണം എടുക്കാനായിട്ട്. സോ ഇൻ കേസ് എങ്ങാനും അതൊരു ന്യൂ ക്ലയന്റ് ആണെന്നുണ്ടെങ്കിലോ ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ് ആണെന്നുണ്ടെങ്കിലോ എപ്പോഴും ലോവർ ലിമിറ്റ് വേണം എടുക്കാൻ. കാരണം നമുക്കറിയാം ലോവർ ലിമിറ്റ് എടുക്കുമ്പോഴത്തേനും നമ്മൾ കൂടുതൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. സോ ഓട്ടോമാറ്റിക്കലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്തുള്ള മിസ്റ്റേക്സ് കണ്ടുപിടിക്കാനുള്ള ചാൻസ് വിൽ ബി വെരി ഹൈ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ന്യൂ ക്ലയന്റ് ആണോ ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ് ആണോ എന്നറിയാനായിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ PBTയുടെ ലോവർ ലിമിറ്റ് വേണം എടുക്കാൻ. നോട്ട് ജസ്റ്റ് അബൌട്ട് ദ PBT, ഏതൊരു ബെഞ്ച് മാർക്ക് എടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് വേണം എടുക്കാൻ. ഇനി അല്ലാത്ത കേസിൽ ഇപ്പൊ ഇതൊരു ന്യൂ ക്ലയന്റ് അല്ല, ന്യൂലി ലിസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും എക്സ്ട്രീം എൻഡിലേക്ക് പോകും. 10% അപ്പർ ലിമിറ്റ് ആയിരിക്കും എടുക്കുക. പക്ഷെ ഈ ഓരോ ഫാക്ടേഴ്സും വരുന്നതിനനുസരിച്ച് ലോവർ ലിമിറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് ഉണ്ടെങ്കിൽ 10% തൊട്ട് താഴെയായിരിക്കും എടുക്കുന്നുണ്ടാവുക. ദെൻ കോർപ്പറേറ്റ് ഗവേണൻസ് വീക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയായിരിക്കും എടുക്കുക. മാനേജ്മെന്റ് ബയാസ്ഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മാനേജ്മെന്റ് ബയാസ്ഡ് ആവുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഇപ്പൊ പ്രോഫിറ്റിന്റെ ബേസിസിൽ ഒരു ബോണസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പനി ഇപ്പോ എന്താ പറയാ പുതിയതായിട്ട് ലോൺ എടുക്കാൻ പോവാണ്. സോ ഓട്ടോമാറ്റിക്കലി അവരുടെ ഫിനാൻഷ്യൽസ് പ്രൊജക്ട് ചെയ്യുന്നത് എക്സാജുറേറ്റ് ചെയ്ത് കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഓൺ ദ അതർ ഹാൻഡ് കമ്പനി ഇപ്പം ന്യൂലി ലിസ്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ കമ്പനി ഈസ് പ്ലാനിങ് ടു മേക്ക് എ ഷെയർ ഇഷ്യൂ ഇൻ ദ അപ്കമിങ് ഇയർ. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലെല്ലാം അവിടെ ഓട്ടോമാറ്റിക്കലി എന്നുള്ള പോസിബിലിറ്റി ഉണ്ട്, മാനേജ്മെന്റ് ബയസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ മാനേജ്മെന്റ് ബയസ്ഡ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള കേസസിലെല്ലാം നമ്മൾ മാക്സിമം അപ്പർ ലിമിറ്റ് വേണം ടുവേഴ്സ് ദ ലോവർ ലിമിറ്റ് വേണം പ്രിഫർ ചെയ്യാൻ. ബട്ട് ഏറ്റവും ലോവർ ലിമിറ്റ് എടുക്കേണ്ട മിഡിൽ ഓഫ് ദി ലൈൻ നമ്മൾ ചൂസ് ചെയ്താൽ മതി. ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സ് ഉള്ള സമയത്തും നമ്മൾ ടുവേഴ്സ് ദ ലോവർ എൻഡ് ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് എന്താണേലും ന്യൂ ക്ലയന്റ് അല്ലെങ്കിൽ ന്യൂലി ലിസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലോവർ ലിമിറ്റ് വേണം എടുക്കാൻ. ഹൗവർ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നേരെ പെർസെൻറ്റേജിന്റെ അകത്ത് ഡിഫറൻസ് ഒന്നും വരുത്തണ്ട. സപ്പോസ് കൺസിഡർ ദാറ്റ് ഇപ്പോൾ 10 lakh ആണ് നമ്മുടെ ഫിഗർ, അതായത് 10 lakh ആണ് PBT എന്ന് അസ്യൂം ചെയ്യുക. ഇപ്പം 1 million, അതായത് 10 lakh ആണ് PBT എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആദ്യമേ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ബെഞ്ച് മാർക്കാണ്. അപ്പം 10 lakhന്റെ 5% എന്ന് പറയുമ്പോൾ എത്രയാ? 50,000 വരും. 10% എന്ന് പറയുമ്പോൾ 100,000 വരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ന്യൂ ക്ലയന്റോ ന്യൂലി ലിസ്റ്റഡോ ആണെന്നുണ്ടെങ്കിൽ 50,000 എടുക്കാം മെറ്റീരിയാലിറ്റി ബെഞ്ച് മാർക്കായിട്ട്. ഓൺ ദ അതർ ഹാൻഡ് ന്യൂ ക്ലയന്റ് അല്ല, ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ന്യൂലി ലിസ്റ്റഡ്, ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് ഉണ്ട്, കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ഉണ്ട്, മാനേജ്മെന്റ് ബയസ് ഉണ്ട്. So we can select almost 60,000 or 70,000 as the amount of materiality. High risk of material misstatements ഉണ്ടെങ്കിലും 70,000 ആയിരിക്കും നിങ്ങൾ മെറ്റീരിയാലിറ്റി ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ മെറ്റീരിയാലിറ്റി സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ പ്രോപ്പർലി എല്ലാവർക്കും? അപ്പൊ ഒന്ന് പറഞ്ഞ എല്ലാവരും എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെറ്റീരിയാലിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത്? ന്യൂ ക്ലയന്റ് ആണോ, ന്യൂലി ലിസ്റ്റഡ് ആണോ, ഇന്റേണൽ കൺട്രോൾ കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ഉണ്ടോ, മാനേജ്മെന്റ് ബയസ് ഉണ്ടോ, ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് കൺസിഡർ ചെയ്യാം. അക്കോർഡിംഗ്ലി യു നീഡ് ടു മെൻഷൻ which materiality have to be selected for this particular. Here I am applying. Yes, sir. Okay.
അതുപോലെ തന്നെ നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവിടെ തന്നെ നിങ്ങൾക്ക് 2 പ്രൊഫഷണൽ മാർക്സ് കിട്ടും. ഫസ്റ്റ് വൺ ബെഞ്ച് മാർക്ക് ഫോർ മെറ്റീരിയാലിറ്റി തന്നെ യൂസ് ചെയ്യുന്നതിന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷണൽ മാർക്കും കിട്ടും. മെറ്റീരിയാലിറ്റി ലോവർ ലിമിറ്റ് വേണോ അപ്പർ ലിമിറ്റ് വേണോ എന്നുള്ള അസംഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം ആൻഡ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന മാർക്കും കിട്ടും. സോ ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് തന്നെ യു വിൽ ബി ഗെറ്റിംഗ് അറൌണ്ട് 3 മാർക്സ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ഓരോ പർട്ടിക്കുലർ റിസ്കിനെ കുറിച്ച് എഴുതുമ്പോൾ ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഹൗഎവർ ആദ്യം തന്നെ നിങ്ങൾ മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്തിടണം. അപ്പൊ നിങ്ങളൊരു 50 മാർക്സിന്റെ ക്വസ്റ്റിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം എഴുതുന്നുണ്ടാവും മെറ്റീരിയാലിറ്റിനെ കുറിച്ചിട്ടായിരിക്കും. ആൻഡ് ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഫോർ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഇങ്ങനെ തന്നെ പറയുന്നുണ്ടാവും എല്ലാ സിനാരിയോയ്ക്കത്തും ഇൻട്രൊഡക്ഷൻ ആയിട്ട് മെറ്റീരിയാലിറ്റിക്ക് എഴുതും. ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ബ്രീഫിംഗ് നോട്ട് ഫോളോയിങ് ഓവറോൾ മെറ്റീരിയാലിറ്റി ലെവൽ ബി യൂസ് ടു assess the significance of identified risk and ask the request. This has been based on profitability of the group. നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ബ്രീഫിംഗ് നോട്ടിനകത്ത് ഫുള്ള് ഈ പർട്ടിക്കുലർ റിസ്ക് വാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്ന മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് എൻഗേജ്മെന്റ് പാർട്ണർ സജസ്റ്റ് ചെയ്ത രീതിയിൽ പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസ് തന്നെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ആദ്യമേ ബെഞ്ച് മാർക്ക് നമ്മൾ മെൻഷൻ ചെയ്യും. യൂസിംഗ് ദ പ്രോഫിറ്റ് ഓഫ് 11.2 million as suggested by the ബെഞ്ച് മാർക്ക്. സജസ്റ്റഡ് റേറ്റ് എന്ന് പറയുന്നത് 11.2ന്റെ 5%, 5,60,000 1.1 million 10%. സോ പ്രിലിമിനറി മെറ്റീരിയാലിറ്റി എത്രയാണെന്ന് പറഞ്ഞു. നമ്മൾ ലോവർ ലിമിറ്റ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്. ദെൻ നമ്മൾ എല്ലാ സിറ്റുവേഷനിലും കോമൺ ആയിട്ട് തന്നെ ആയിരിക്കും പറയാം. ബെഞ്ച് മാർക്ക് നമ്മളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് മെറ്റീരിയാലിറ്റി ആയിട്ട് മാത്രമാണ് എടുത്തേക്കുന്നത്. പ്രൊഫഷണൽ ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേനും മെറ്റീരിയാലിറ്റി ചിലപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് നമ്മൾ റീസണും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ആസ് ഇറ്റ്സ് എ ന്യൂ ക്ലയന്റ്, നമ്മുടെ ഇനീഷ്യൽ ഓഡിറ്റ് എൻഗേജ്മെന്റ് ആയതുകൊണ്ട് ഡിറ്റക്ഷൻ റിസ്ക് ഹൈ ആണ്. മെറ്റീരിയാലിറ്റി അതുകൊണ്ട് ലോവർ റേഞ്ച് ഓഫ് 5,60,000 ആണ് ചൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെയായിരിക്കും നമ്മൾ ബെഞ്ച് മാർക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ. സോ അപ്പോൾ നമ്മൾ ആദ്യം എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ മെറ്റീരിയാലിറ്റിയുടെ ബെഞ്ച് മാർക്ക് ചൂസ് ചെയ്തേക്കുന്നുള്ള കാര്യം പറയാം, ബെഞ്ച് മാർക്ക് എത്രയാണെന്നുള്ള പറയാം, ബെഞ്ച് മാർക്ക് ചൂസ് ചെയ്തതിന്റെ അസംഷനും പറയാം. ഇപ്പം നിങ്ങളൊരു ന്യൂ ക്ലയന്റ് ആണ് ചൂസ് ചെയ്തേക്കുന്നത്, ന്യൂലി ലിസ്റ്റഡ് ആണ്, മാനേജ്മെന്റ് ബയസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക, for this particular engagement, for this engagement ഏതാന്നുള്ള പേര് നോക്കുക. For the engagement relating to the Allen company, we have selected the materiality to be on the lower end as it's a new client and newly listed, and in addition to which there are multiple weakness in the company's corporate governance and possibilities of having management bias, and as the risk of material misstatement is too high for the client, we have concluded to choose materiality to be on the lower side of the profitability of the company. ഇങ്ങനെയായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ. സോ അപ്പൊ നമ്മൾ ആ മെറ്റീരിയാലിറ്റിയുടെ ബെഞ്ച് മാർക്ക് വെച്ചിട്ട് നമ്മുടെ മെറ്റീരിയാലിറ്റി എത്രയാന്നുള്ളത് പറയണം. നോക്കി ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ മാർക്കിംഗ് സ്കീം വന്നിട്ട്, യു വിൽ ബി ഗെറ്റിംഗ് appropriate materiality computation. So if you have done proper materiality calculation, you will be getting maximum of 2 marks for that. And materiality justify ചെയ്യുന്നതിന് വേണ്ടിയിട്ട് you will be getting maximum of 1 mark. അപ്പോൾ in total you will be getting maximum of up to 3 marks for the computation of materiality. It's an easy mark. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് ചെയ്യണം, മെറ്റീരിയാലിറ്റിയുടെ കമ്പ്യൂട്ടേഷൻ നിങ്ങൾ പ്രോപ്പർലി പെർഫോം ചെയ്യുന്നുണ്ടാവണം. ഓക്കെ. ആൻഡ് കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്താൽ മാത്രം പോരാ, പ്രോപ്പർലി ആൻസർ ആയിട്ട് തന്നെ എന്തുകൊണ്ടാണ് മെറ്റീരിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് പറയുകയും ചെയ്യുന്നുണ്ടാവണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത് മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പൊ ആദ്യം നിങ്ങൾ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിന് പ്രൊഫഷണൽ മാർക്കും കിട്ടുന്നുണ്ടാവും. രണ്ടാമതായിട്ട് ആ സിനാരിയോയിൽ എന്താണോ ആപ്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, സോ വാട്ട് ഹാവ് ടു ബി ടേക്കൺ ആസ് എൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അതെന്താന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അപ്രോപ്രിയറ്റ്ലി സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും യു വിൽ ബി ഗെറ്റിംഗ് മാർക്സ്. ഹൗഎവർ the more amount of professional mark will be awarded for the third point. You have to clearly explain what went wrong. So ഈ what went wrong എന്ന് പറയുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ പ്രൊഫഷണൽ മാർക്കിന്റെ കാര്യം പറഞ്ഞത്. You have to apply information from the scenario to the answer the question and explain the issues in sufficient depth. നിങ്ങൾ സിനാരിയോയിൽ തന്നേക്കുന്ന ഓരോ ഇൻഫോർമേഷനും എടുത്തിട്ട് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യുന്നുണ്ടാവണം. അവിടെ സഫീഷ്യന്റ് ഡെപ്തിൽ തന്നെ അവിടുത്തെ ആക്ച്വൽ ഇഷ്യൂ എന്താണെന്നുള്ളത് നിങ്ങൾ ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവണം. അതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ അവിടെ ആൻസർ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ഇങ്ങനെയായിരിക്കും പറഞ്ഞു പോകുന്നുണ്ടാവുക. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ നമ്മളോട് സിനാരിയോയിൽ പറഞ്ഞേക്കാണ്, കമ്പനി എന്ന് പറയുന്നത് 2 കസ്റ്റമേഴ്സുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിൻ്റെ അകത്ത് തന്നെ കേസ്. നമ്മുടെ കമ്പനി 2 കസ്റ്റമേഴ്സുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആസ് പെർ കോൺട്രാക്ട് the company need to deliver the products to the customer warehouse and final inspection have to be done by the customers, and then only it will be treated as a sale. However, as the customers warehouse were not ready, company have delivered the product to the third party warehouse and the customers have not yet inspected the products and the company have recognized the amount as revenue. ഇങ്ങനെയാണ് നിങ്ങളോട് സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ആദ്യം മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് അവിടുത്തെ എമൗണ്ട് ഓഫ് മിസ്റ്റേക്ക് മെറ്റീരിയൽ ആണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ പറയണം. എന്നിട്ട് നിങ്ങൾ പറയണം ആസ് പെർ സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡിന്റെ പേര് അറിയാമെങ്കിൽ പേര് മെൻഷൻ ചെയ്യാം, മെൻഷൻ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇഫ് യു നോ യു ക്യാൻ മെൻഷൻ ദാറ്റ് ആസ് പെർ IFRS 15 revenue from contracts with customers, revenue should be recognized only when the performance obligation are being satisfied till the rate on which the revenue has to be recognized as part of the company's deferred income and should not be recognized as part of the income. ഇനി നിങ്ങൾ വാട്ട് വെന്റ് റോങ് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയാം. നിങ്ങൾ പറയണം ആസ് പെർ ദ കോൺട്രാക്ട് വിത്ത് ദ കസ്റ്റമേഴ്സ് the company is required to deliver the products to the customer warehouse and the final inspection have to be done by the customers. However, both of these performance obligation have not been taken place. The company have delivered the product to the third party warehouse and goods are yet to be inspected by the customers. Therefore, the performance obligation as per the standards are still outstanding. Therefore, the company cannot treat the amount as part of the company's revenue. Instead, they should have recognized it as a deferred income. However, since they have already recognized it's part of their revenue, the revenue of the company is overstated and related deferred income or the company's liabilities are understated. ഇത്രയാണ് നമ്മൾ റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ നമ്മൾ ഈ റിസ്ക് മെൻഷൻ ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? പ്രോപ്പർലി എന്താണോ സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത് ആ സിനാരിയോയിൽ പറഞ്ഞ കാര്യവും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടി നമ്മൾ ലിങ്ക് ചെയ്തു. ആ സിനാരിയോയിൽ പറഞ്ഞ കാര്യവും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും കൂടി ലിങ്ക് ചെയ്യുന്നതിനാണ് നമുക്ക് എന്തിനു മാർക്ക് കിട്ടുക? അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്ന പ്രൊഫഷണൽ മാർക്ക് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ഗൈസ്? Yes, sir. Okay. So these are the factors that you have to mainly consider while providing your answers relating to the audit risk. And നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ ഒരു പർട്ടിക്കുലർ റിസ്ക് എന്ന് പറഞ്ഞ ഇറ്റ് വാസ് പ്യൂർലി എ റിസ്ക് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ബട്ട് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആവണം എന്ന് യാതൊരു നിർബന്ധമില്ല. There can also be chances that you might be getting questions on audit risk without accounting treatment. Audit risk without accounting treatment നിങ്ങൾക്ക് ഉണ്ടാവാം. അതായത് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ജനറൽ ആയിട്ടുള്ള റിസ്കുകളായിരിക്കും. സോ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയുന്നുണ്ടാവുക ദ കമ്പനി ഹാവ് അപ്പോയിന്റഡ് എ ന്യൂ ഫിനാൻസ് ഡയറക്ടർ എന്നായിരിക്കും. സോ അങ്ങനത്തെ കേസുകളിൽ നിങ്ങൾക്ക് പറയേണ്ടി വരുന്ന സമയത്ത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ജസ്റ്റ് എന്താണോ സിനാരിയോക്ക് അത് പറഞ്ഞേക്കുന്ന റിസ്ക്, ആ സിനാരിയോക്ക് അത് പറഞ്ഞേക്കുന്ന റിസ്ക് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമതായിട്ട് അത് എന്തുകൊണ്ടാണ് റിസ്ക് ആവുന്നത് എന്നുള്ള കാര്യം സിനാരിയോ വെച്ച് തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻഡ് ഫൈനലി ആ ഒരു പർട്ടിക്കുലർ റിസ്ക് കാരണം കൊണ്ട് ഓവറോൾ ഇമ്പാക്ട് എന്താണോ എഫ്എസിന്റെ അകത്ത് വരുന്നത് ആ ഓവറോൾ ഇമ്പാക്ട് ഓൺ എഫ്എസ് എന്താണെന്നുള്ള കാര്യം കൂടി ക്ലിയർലി സ്പെസിഫൈ ചെയ്യണം. സോ ഈ 3 കാര്യങ്ങളും കൂടി നിങ്ങൾ പറയുന്നതിനായിരിക്കും ഓഡിറ്റ് റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന്റെ കേസിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. സോ ലിറ്ററലി യു ഹാവ് ടു ഐഡന്റിഫൈ ദ ഓഡിറ്റ് റിസ്ക് റിലേറ്റിംഗ് ടു ദ സിനാരിയോ, യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ സിനാരിയോ പ്രോപ്പർലി ആൻഡ് യു ഹാവ് ടു മെൻഷൻ ദ ഓവറോൾ ഇമ്പാക്ട് ദാറ്റ് വിൽ ബി ക്രിയേറ്റഡ് ഓൺ ദ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഇങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ദ കമ്പനി ഹാവ് റെക്കഗ്നൈസ്ഡ് the company have appointed a new finance director during the current year period. നമ്മുടെ കമ്പനി ഒരു പുതിയ ഫിനാൻസ് ഡയറക്ടറിനെ കറന്റ് ഇയറിൽ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ഹൗവെവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു പുതിയ ഫിനാൻസ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ഏത് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നേക്കുന്ന ഫിനാൻസ് ഡയറക്ടർ ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മുടെ സിനാരിയോയുടെ പക്ഷേ ഏറ്റവും ടോപ്പിൽ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ കമ്പനി ചിലപ്പോൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന്. നമ്മളോട് താഴെ സിനാരിയോക്കകത്ത് എങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ദ കമ്പനി ഹാവ് അപ്പോയിന്റഡ് എ ന്യൂ ഫിനാൻസ് ഡയറക്ടർ who is having more than 10 years of experience as a finance director in the banking industry എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവിടെ ഒരു റിസ്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ കമ്പനി ഏത് ബിസിനസ്സിലുള്ള കമ്പനിയാണ്? വി ആർ ഓപ്പറേറ്റിംഗ് ഇൻ എ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ആൻഡ് നമ്മുടെ കമ്പനിയിൽ വന്നേക്കുന്ന പുതിയ ഫിനാൻസ് ഡയറക്ടറോ ഹീസ് ഫ്രം ബാങ്കിങ് സെക്ടർ. ബിക്കോസ് നമുക്കറിയാവുന്ന കാര്യം എന്താ?
അവിടെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സെക്ടർ ആണ്. അവിടെ രണ്ടിടത്തും പെർഫോം ചെയ്യുന്ന ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കുമോ? അല്ല. സോ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് ഈസ് വെരി സിവിയർ. അപ്പൊ നമ്മൾ അതായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും പറയാ? നിങ്ങൾ പറയാ ദ കമ്പനി ഹാവ് അപ്പോയിന്റഡ് എ ന്യൂ ഫിനാൻസ് ഡയറക്ടർ who is having almost more than 10 years of experience in the banking sector. However, the finance director will not be having sufficient amount of knowledge with regarding the transactions and the accounting policies that need to be adopted from a pharmaceutical industry. Then aine base it explain cheya ningal, as the company is operating in the pharmaceutical industry, in case if the finance director is not having sufficient amount of experience relating to the same, there can be chances of having increased amount of mistakes in the company's financial statements. പിന്നെ നിങ്ങളോട് ചിലപ്പോൾ സിനാരിയോക്കകത്ത് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇവർ തന്നെ റോങ് ആയിട്ടുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. സോ അങ്ങനെയുള്ള റോങ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒക്കെ സിനാരിയോയിൽ കൊടുത്തേക്കുന്ന ഇന്റർലിങ്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പറയാ വിച്ച് മൈറ്റ് റെപ്രസെന്റ് മിസ്റ്റേക്സ് ഇൻ ദ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയാം. So either you will be getting risk with accounting treatment or without accounting treatment. In both cases, purely എന്താണ് സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത്, ആ സിനാരിയോയിൽ പറഞ്ഞേക്കുന്നതിന്റെ ബേസിസ് വേണം നിങ്ങൾ ഓരോരോ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യാനും ആൻസർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനും. ക്ലിയർ ആയോ? ഓക്കെ. യെസ് പ്ലീസ്. ഈ ടെക്നിക്കൽ ആർട്ടിക്കിൾ ഏത് സെക്ഷനിൽ വരല്? സോറി, ടെക്നിക്കൽ ആർട്ടിക്കിളിന്റെ ക്വസ്റ്റ്യൻ വരില്ല. ടെക്നിക്കൽ ആർട്ടിക്കിളിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് ഏത് സെക്ഷനിൽ? അതൊന്നെങ്കിൽ 50 മാർക്സിന്റെ അകത്ത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്ത് തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഐ മീൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട്. അതിപ്പോ എത്ര ടെക്നിക്കൽ ആർട്ടിക്കിൾ ഉണ്ട്? ന്യൂ ടെക്നിക്കൽ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ റീസെന്റ് ലാസ്റ്റ് അറ്റംപ്റ്റ് ലോഞ്ച് ആയിരിക്കുന്നതാണ്. ഈ അറ്റംപ്റ്റിലേക്കായിട്ട് സ്പെസിഫിക്കലി ലോഞ്ച് ആയിട്ടില്ല, ലാസ്റ്റ് അറ്റംപ്റ്റ് ലോഞ്ച് ആയിരിക്കുന്നതാണ് ഉള്ളത്. ഓൾറെഡി ഉള്ള ടെക്നിക്കൽ ആർട്ടിക്കിൾ എല്ലാം നമ്മുടെ സിലബസിന്റെ അകത്ത് ഓൾറെഡി അലൈൻഡ് ആണ്. അതർ ദാൻ ദാറ്റ് നമുക്ക് എത്തിക്സിന്റെ അകത്ത് വന്നേക്കുന്ന ചേഞ്ചസും അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളിന്റെ അകത്ത് വന്നേക്കുന്ന ചേഞ്ചസും മാത്രമാണ് മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി വരാനുള്ളതൊക്കെ വന്നു പോയതാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ പ്രാവശ്യം വീണ്ടും മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് ക്വാളിറ്റി കൺട്രോളിന്റെ അകത്ത് വന്നേക്കുന്ന ചേഞ്ചസിലാണ്. അത് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് ദി സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ. സോ നമ്മളിപ്പം എങ്ങനെയാണ് റിസ്കിന്റെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണെങ്കിലും വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണെങ്കിലും എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിസ്ക് നമ്മൾ എഴുതുന്ന സമയത്ത് എപ്പോഴും നമ്മൾ റിസ്ക് എഴുതുമ്പോൾ നമ്മളോട് സിനാരിയോയ്ക്കകത്ത് ഇങ്ങനെ ഒരു കാര്യമായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. നമ്മളോട് ജസ്റ്റ് പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന പോലെ റിസ്ക് ഐഡന്റിഫൈ ചെയ്യാനല്ല പറയുന്നത്, ഇവാലുവേറ്റ് ആൻഡ് പ്രയോറിറ്റൈസ് സിഗ്നിഫിക്കന്റ് ഓഡിറ്റ് റിസ്ക് ടു ബി കൺസിഡേർഡ് ഇൻ പ്ലാനിങ് ദ ഓഡിറ്റ് ഓഫ് ദി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അതായത് എന്തൊക്കെയാണ് സിഗ്നിഫിക്കന്റ് റിസ്കുകൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നാണ് നമ്മളോട് ലാസ്റ്റ് എക്സാം തൊട്ട് ചോദിക്കുന്നത്. അപ്പൊ സിഗ്നിഫിക്കന്റ് റിസ്ക്, ഒരു പർട്ടിക്കുലർ റിസ്ക് സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യണം. ആ റിസ്ക് സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ എന്ന് കൺസിഡർ ചെയ്തതിനു ശേഷം എഴുതിയാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, സിനാരിയോ വായിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും സിനാരിയോയ്ക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞേക്കുന്നത് ആ ഓരോ കാര്യങ്ങളും പ്രോപ്പർലി വായിച്ചു നോക്കണം. എന്നിട്ട് റിസ്ക് പിക്ക് ചെയ്യുക. റിസ്കിനെ നിങ്ങൾ ഓർഡർ ആയിട്ട് പ്രസന്റ് ചെയ്യുക. അതായത് നിങ്ങൾ ചുമ്മാ ആദ്യമേ ഓർഡർ ചെയ്യേണ്ട, നിങ്ങൾ ഓരോ റിസ്ക്കും ഐഡന്റിഫൈ ചെയ്യുന്നതിനനുസരിച്ച് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് പോവുക. സിനാരിയോയ്ക്കകത്ത് ഓരോ റിസ്ക് കാണും. ഇപ്പം കമ്പനിയുടെ റവന്യൂ റെക്കഗ്നീഷനായിട്ട് റിലേറ്റ് ചെയ്തൊരു എറർ ഉണ്ട്, കമ്പനി ഇപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആയിട്ട് കുറച്ച് എക്സ്പെൻസ് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓരോരോ എമൗണ്ട്സ് കാണിക്കുന്ന സമയത്ത് ആ ഓരോന്നും പിക്ക് ചെയ്യുക. പിക്ക് ചെയ്തിട്ട് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് പോവാം. പിക്ക് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് പോയതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ റിസ്കിനെ ഫുള്ള് നിങ്ങൾ ഓർഡർ ചെയ്യണം. ഏതാണോ സിഗ്നിഫിക്കന്റ് റിസ്ക് അതിന് വേണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ. ആ സിഗ്നിഫിക്കന്റ് റിസ്ക് വേണം ആദ്യമേ ആൻസേഴ്സിൽ റിസ്ക് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ. ബിക്കോസ് അതിനും നിങ്ങൾക്ക് പ്രൊഫഷണൽ മാർക്സ് കിട്ടും. അതിനും പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന പ്രൊഫഷണൽ മാർക്ക് കിട്ടും. റിസ്കിനെ സിഗ്നിഫിക്കന്റ് റിസ്കിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു റിസ്ക് സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ എന്നുള്ളത് കൺസിഡർ ചെയ്യാനായിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പക്ഷേ ഇത് എക്സാമിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് അല്ല. ആസ് പെർ സ്റ്റാൻഡേർഡ് 315 പ്രകാരം ISA പ്രകാരം സജസ്റ്റ് ചെയ്തേക്കുന്ന ബെഞ്ച് മാർക്ക് ആണ് ഒരു റിസ്കിനെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരു റിസ്ക് സിഗ്നിഫിക്കന്റ് ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഓഡിറ്റിന് സമയത്ത് സ്പെഷ്യൽ ഓഡിറ്റ് കൺസിഡറേഷൻ വേണ്ട റിസ്കുകളെയാണ്
സിഗ്നിഫിക്കൻറ്റ് റിസ്ക് എന്ന് വിളിക്കുക. അപ്പോൾ ഒരു റിസ്ക് സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി ഇത്രയും ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഫ്രോഡ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഫ്രോഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ സിഗ്നിഫിക്കൻറ്റ് റിസ്ക്. സേ ഫോർ എക്സാമ്പിൾ മാനേജ്മെന്റ് ബയാസ്ഡ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നോക്കുക. സപ്പോസ് കൺസിഡർ ദാറ്റ് കമ്പനി ഈസ് ഗോയിങ് ടു ടേക്ക് എ സിഗ്നിഫിക്കൻറ്റ് ന്യൂ ലോൺ. അല്ലാന്നുണ്ടെങ്കിൽ കമ്പനി ഇപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റിംഗ് നടത്താൻ പോവാണ്. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ കമ്പനി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? മാനേജ്മെന്റ് ബയസ് ആയിട്ട് ഫ്രോഡിലന്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നടത്താനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം പോസിബിലിറ്റി ഓഫ് ഫ്രോഡ് അല്ലെങ്കിൽ റിസ്ക് ഓഫ് ഫ്രോഡ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആയിരിക്കും. രണ്ടാമത് നമ്മൾ പറയാണ് ഇക്കണോമിക് അക്കൗണ്ടിങ് ഓർ അതർ ഡെവലപ്മെന്റ്സ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഇക്കണോമിക് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അതർ ഡെവലപ്മെന്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസ്കുകൾ. അതായത് കമ്പനിയുടെ മാർക്കറ്റിൽ എന്തൊക്കെയോ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് വരുന്നു, വിച്ച് മൈറ്റ് ഇൻഡിക്കേറ്റ് ദ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് ഇമ്പയർമെന്റ്. അല്ലെങ്കിൽ പുതുതായിട്ട് കമ്പനി എന്തെങ്കിലും ഒരു പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ടൈം അവർ ഫോളോ ചെയ്യാണ്. അല്ലാന്നുണ്ടെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ലോ ആൻഡ് റെഗുലേഷൻ വരികയാണ്. അത് കാരണം കൊണ്ട് കമ്പനിയുടെ ഗോയിങ് കൺസേൺ എബിലിറ്റിയോ അല്ലെങ്കിൽ കമ്പനിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള റിസ്കുകൾ എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി സിഗ്നിഫിക്കൻറ്റ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൻ്റെ അകത്ത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസ്, അതായത് ഒരുപാട് അസംഷൻസ് ഉള്ള കാര്യങ്ങൾ, കോംപ്ലക്സ് ആയിട്ടുള്ള ഏരിയാസ്, അതായത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉള്ള ഏരിയ, അങ്ങനെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഡാറ്റ. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ കമ്പനി എക്സസീവ് ആയിട്ട് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ആ ഒരു സിറ്റുവേഷനിലും ആ ഒരു പർട്ടിക്കുലർ റിസ്കിനെ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ, അതായത് കമ്പനി ഫസ്റ്റ് ടൈം അവരാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്പെസിഫിക് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളോട് ക്വസ്റ്റനിൽ പറയുന്നുണ്ട് കമ്പനി ഫസ്റ്റ് ടൈം അവരാണ് ഒരു ജോയിന്റ് വെഞ്ചർ ആയിട്ട് അക്കൗണ്ടിങ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അസോസിയേറ്റ് ആയിട്ട് അക്കൗണ്ടിങ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം ഈ ജോയിന്റ് വെഞ്ചറിന്റെയും അസോസിയേറ്റിന്റെ ഒക്കെ കേസിൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാനായിട്ടുണ്ടാവും. സോ ഈ കോംപ്ലക്സ് ട്രീറ്റ്മെന്റ് ഓരോന്നും അപ്രോപ്രിയറ്റ്ലി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് വിൽ ബി വെരി ഹൈ. അപ്പം അങ്ങനെ അൺയൂഷ്വൽ ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും കമ്പനിയുടെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് റിസ്ക്. അതുപോലെ തന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആയിട്ട് നടത്തിയേക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആയിരിക്കും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ കമ്പനി ഈസ് പെർഫോമിംഗ് എ ട്രാൻസാക്ഷൻ വിത്ത് വൺ ഓഫ് ദ റിലേറ്റഡ് പാർട്ടീസ്. അവർ ആ ഒരു ട്രാൻസാക്ഷൻ പെർഫോം ചെയ്യാന്ന് പറയുന്ന സമയത്ത് കമ്പനി റിലേറ്റഡ് പാർട്ടീസുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ റിലേറ്റഡ് പാർട്ടിക്കാണ് ഒരു വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നതെന്ന് പറയുന്നു, കമ്പനി ഏതെങ്കിലും ഡയറക്ടർക്ക് ബോണസ് പേയ്മെന്റ് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു, കമ്പനിയുടെ അസറ്റ്സ് സെല് ചെയ്തേക്കുന്ന ഈ ഡയറക്ടേഴ്സിന്റെ കയ്യിലേക്കാന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഫൈനലി കോംപ്ലക്സ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും കമ്പനിയിൽ ഉണ്ടാവുന്നതിനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ കോംപ്ലിസിറ്റി ഓഫ് ദി ട്രാൻസാക്ഷൻ ഹൈ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കമ്പനിക്ക് മോർ ദാൻ 40 സബ്സിഡറീസ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇത്രയും സബ്സിഡറീസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കമ്പനിക്ക് ആ ഒരു പർട്ടിക്കുലർ കേസിൽ കൺസോൾട്ടേഷൻ നടത്തുന്നതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഒരുപാട് ഹൈ ആയിരിക്കും. അങ്ങനെ കോംപ്ലക്സിറ്റി ഓഫ് ദി ട്രാൻസാക്ഷൻസ് ഹൈ ആണെന്ന് പറയുന്ന കേസിൽ ഈ സിറ്റുവേഷൻസിലെല്ലാം ഒരുപാട് സിഗ്നിഫിക്കൻറ്റ് റിസ്കുകൾ ഉണ്ടാവും. അപ്പം ഈ ഫാക്ടേഴ്സിന്റെ ബേസിസിലാണ് നിങ്ങളൊരു റിസ്ക് സിഗ്നിഫിക്കൻ്റ് ആണോ നോക്കേണ്ടത്. ആൻഡ് ബെഞ്ച് മാർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ ലിമിറ്റഡ് വേർഡ്സ് വെച്ച് നോക്കി വെച്ചാൽ മതി. അതായത് പോസിബിലിറ്റി ഓഫ് ഫ്രോഡ്, അക്കൗണ്ടിങ് ഇക്കണോമിക് ഓർ അതർ ഡെവലപ്മെന്റ്സ്, സബ്ജക്റ്റീവ് ഏരിയാസ്, അൺയൂഷ്വൽ ട്രാൻസാക്ഷൻസ്, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, കോംപ്ലക്സ് ട്രാൻസാക്ഷൻ. ഇതിൽ ഏതെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വി ക്യാൻ ട്രീറ്റ് ഇറ്റ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് റിസ്ക്. ക്ലിയർ ആയോ? ക്ലിയർ എവരിവൺ? ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ജഡ്ജ്മെന്റ് ആണ് ഇതിൽ ഏത് ഫസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്യണം എന്നുള്ളത്. ബട്ട് ബാക്കിയുള്ള റിസ്കുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനെ ഓരോന്നിനെ ആയിരിക്കും നിങ്ങൾ സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് കൺക്ലൂഷൻ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കൺക്ലൂഷനിൽ അവിടെ മെൻഷൻ ചെയ്യുകയും ചെയ്യാം സിഗ്നിഫിക്കൻറ്റ് റിസ്കുകളാണ് നിങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്തേക്കുന്നത്. as there is possibility of fraud, there is in accounting and economic development, subjective area ആണ് എന്നുള്ള ബേസിസിൽ എഴുതാം. അപ്പോൾ നിങ്ങളിത് ഫൈനലി പറഞ്ഞ എല്ലാവരും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആണോ എന്ന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫ്രോഡിനുള്ള പോസിബിലിറ്റി നോക്കുക, ഇക്കണോമിക് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അത് ഡെവലപ്മെന്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക, സബ്ജക്റ്റീവ് ഏരിയ ആണോ നോക്കുക, അൺയൂഷ്വൽ ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കണം, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്തെങ്കിലും നോക്കുക, കോംപ്ലിസിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ. സെക്കൻഡ് പോയിന്റ് ഒന്ന് പറയാം. അതായത് എന്തെങ്കിലും റീസെന്റ് വന്നേക്കുന്ന അക്കൗണ്ടിങ് ഡെവലപ്മെന്റ്സ്, അതായത് പുതിയൊരു അഡോപ്ഷൻ ഓഫ് ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് എൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്,
അതല്ലാന്നുണ്ടെങ്കിൽ ഇക്കണോമിക് സിറ്റുവേഷനിൽ വന്നേക്കുന്ന ചേഞ്ചസ് വിച്ച് മൈറ്റ് റെപ്രസെന്റ് അൺസർട്ടനിറ്റി ഇൻ റിലേഷൻ ടു ദ കമ്പനീസ് എബിലിറ്റി, അല്ലെങ്കിൽ കമ്പനിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇംപയർമെന്റിന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് കാണിച്ചു തരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ലോ അല്ലെങ്കിൽ റെഗുലേഷൻ ചേഞ്ചസ് വരുന്ന കമ്പനിയുടെ ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും എഫ്എസിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിഗ്നിഫിക്കന്റ് റിസ്ക് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓക്കെ. ഓക്കെ. സോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന് ഇപ്പൊ ഓരോന്നും ഫാക്ടേഴ്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. ആദ്യമേ നിങ്ങൾ സിനാരിയോ നോക്കുക. സിനാരിയോയ്ക്കകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് നോക്കണം. അവിടുന്ന് റിസ്ക് ഓരോന്നും നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. റിസ്ക് ലിസ്റ്റ് ഡൗൺ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പറയുന്ന ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. അവിടെ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞത്? ഫ്രോഡും ഇതുപോലുള്ള ഓരോ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ട് സിഗ്നിഫിക്കന്റ് റിസ്ക് ഏതൊക്കെയാണോ ആ സിഗ്നിഫിക്കന്റ് റിസ്കിനെയും നോൺ സിഗ്നിഫിക്കന്റ് റിസ്കിനെയും ക്ലാസിഫൈ ചെയ്യണം. അതിനനുസരിച്ച് പിന്നീട് എഴുതി പോകുന്ന സമയത്ത് മെറ്റീരിയാലിറ്റി കൺസിഡർ ചെയ്യണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയണം, വാട്ട് വെൻ റോങ് പറയണം. വാട്ട് വെൻ റോങ് പറയുമ്പോൾ എപ്പോഴും ഒരു സിനാരിയോ ആയിട്ട് മിക്സ് ചെയ്ത് തന്നെ പറയണം, പ്രൊഫഷണൽ മാർക്ക് കിട്ടാൻ. ഇമ്പാക്ട് ഓൺ എഫ്എസ് പറയണം. അതുപോലെ തന്നെ ഓഡിറ്റ് റിസ്ക് എഴുതുന്ന സമയത്ത് ഓരോ റിസ്കിനെയും നമ്മൾ പ്രോപ്പർലി ഐഡന്റിഫൈ ചെയ്യണം. ആ റിസ്കിനെ സിനാരിയോനെ ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓവറോൾ ഇമ്പാക്ട് ഇത് കാരണം കൊണ്ട് എന്താണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് വരുന്നത്, ആ ഓവറോൾ ഇമ്പാക്ട് ഓൺ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണോ അതും ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവണം. ദെൻ നമ്മൾ ഓഡിറ്റ് റിസ്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബെഞ്ച് മാർക്ക് പറഞ്ഞു. ആൻഡ് മെറ്റീരിയാലിറ്റി ലോവർ ലിമിറ്റ് വേണോ അപ്പർ ലിമിറ്റ് വേണോ എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സും പറഞ്ഞു. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഓഡിറ്റ് റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫസ്റ്റ് ഫേസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇസ് എ ക്ലിയർ എവരിവൺ? Yes, sir. ഓക്കെ. ഇനി നമ്മൾ 50 മാർക്സിന്റെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മളോട് പറയുന്നുണ്ടാവുക ഒരു കോമൺ റിക്വയർമെന്റ് ആണ്. സോ നോർമലി ഇതാണ് നമ്മുടെ 50 മാർക്സിന്റെ ക്വസ്റ്റ്യന്റെ റിക്വയർമെന്റ് എന്ന് പറയാം. ഇങ്ങനെയായിരിക്കും നമ്മളോട് റിക്വയർമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവുക 50 മാർക്സിന്. റെസ്പോണ്ട് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ ഇമെയിൽ ഫ്രം ദ ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർ. ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർ നമുക്ക് അയച്ചേക്കുന്ന ഈ ഇമെയിലിന് റെസ്പോണ്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ആൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാർട്ണറിന്റെ ഇമെയിലിന്റെ അകത്താണ് നമുക്ക് ഈ 40 മാർക്സിന്റെ സ്പ്ലിറ്റ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചേക്കുന്നത്. പ്ലസ് 10 മാർക്ക് എന്ന് പറയുന്നത് പ്രൊഫഷണൽ മാർക്കാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷനും അനാലിസിസ് ആൻഡ് ഇവാലുവേഷനും പ്രൊഫഷണൽ സ്കെപ്റ്റിസത്തിനും ജഡ്ജ്മെന്റ് ആൻഡ് കൊമേഴ്ഷ്യൽ അക്യുമിനും കൂടെ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് 10 മാർക്സ് കിട്ടുന്നുണ്ടാവുക. ഇൻ ടോട്ടലാണ് നമുക്ക് 15 മാർക്സ്. ആൻഡ് വി വിൽ ജസ്റ്റ് ഡു വൺ തിങ്. നമ്മൾ പാർട്ണറിന്റെ ഇമെയിൽ വായിച്ചിരുന്നു. നമ്മളോട് പറഞ്ഞത് എന്താ? അവര് ഈ ആദംസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ ആണ് ഇതെന്ന് പറഞ്ഞു. ആൻഡ് വി ഹാവ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ഓഡിറ്റർ ഫോർ ദ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഡിറ്റ്. ആൻഡ് നമ്മൾ തന്നെയാണ് അവരുടെ സബ്സിഡറീസ് ഓഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മളോട് പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും പറഞ്ഞു. ആൻഡ് ഇതിന്റെ ബേസിസിൽ ഈ ഒരു പർട്ടിക്കുലർ പാർട്ണർ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? മെയിലിന്റെ അകത്ത് ബ്രീഫിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ബ്രീഫിംഗ് നോട്ടിന്റെ അകത്ത് നമുക്ക് ഇത്രയും റിക്വയർമെന്റ്സും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നേക്കുന്ന റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി എല്ലാവരും. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞേക്കുന്നത് സിഗ്നിഫിക്കന്റ് ഓഡിറ്റ് റിസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനും പ്രയോറിറ്റൈസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ആസ് പാർട്ട് ഓഫ് പ്ലാനിങ് ദ ഓഡിറ്റ് ഓഫ് ദി ഗ്രൂപ്പ്. അതുപോലെ തന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റിസ്ക് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത്. സെക്കൻഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബിഫോർ യൂസിങ് ദ വർക്ക് ഓഫ് ക്ലാപ്റ്റൺ ആൻഡ് കമ്പനി വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു ബി പെർഫോംഡ്. എന്തൊക്കെയാണ് ക്ലാപ്റ്റൺ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ലോക്കൽ ഓഡിറ്റ് ഫേമിന്റെ വർക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യണം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് അസോസിയേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പെർഫോം ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫൈനലി എന്തൊക്കെയാണ് എത്തിക്കൽ ത്രെഡ്സും പ്രൊഫഷണൽ ഇഷ്യൂസും ഗ്രൂപ്പ് ഓഡിറ്റ് കമ്മിറ്റി നമ്മുടെ അടുത്ത് റേസ് ചെയ്തേക്കുന്ന റിക്വസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അറൈസ് ചെയ്യുന്നത്, അതിനെ ഐഡന്റിഫൈ ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് പാർട്ണർ നമുക്ക് തന്നേക്കുന്ന റിക്വയർമെന്റും നമുക്ക് തന്നേക്കുന്ന മെയിലിന്റെ അകത്തുള്ള കോണ്ടന്റ് എന്ന് പറയാം. ആൻഡ് ദേ ഹാവ് ആസ്ക്ഡ് us to respond back to this email. അപ്പോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ആൻസർ എഴുതി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം നിങ്ങൾ ഈ ഓഡിറ്റ് പാർട്ണർ എൻഗേജ്മെന്റ് പാർട്ണർ നിങ്ങൾക്ക് അയച്ചേക്കുന്ന മെയിലിനാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ആദ്യമേ ബ്രീഫിംഗ് നോട്ട് എഴുതുന്ന സമയത്ത് മെയിലിന്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്താണ് നിങ്ങൾ ബ്രീഫിംഗ് നോട്ട് അയക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇമെയിലിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആൻസർ എഴുതി തുടങ്ങുന്നു അങ്ങനെ തന്നെയായിരിക്കും. നോർമലി നമുക്കറിയാം ഒരു ഇമെയിലിന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ടൂവും ഫ്രമും തന്നിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞെന്താവും? ടു ജോസ് ഡൈലൻ ആവും, ഫ്രം
ഓഡിറ്റ് മാനേജർ ആവും. സബ്ജക്ട് വിൽ ബി സെയിം ആൻഡ് എന്നത്തെയാണോ ഡേറ്റ് നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യാൻ പറയുന്നത് ആ ഡേറ്റ് ഇടുക. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? Yes, sir. ഇമെയിലിന് Yes, sir. റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഈ ഫ്രം എന്നുള്ളത് എന്താക്കുക? ഓഡിറ്റ് മാനേജർ ആക്കുക. ടു എന്നുള്ളത് ജോസ് ഡയലൻ ആക്കുക. സബ്ജക്ട് വിൽ റിമെയിൻ ദ സെയിം. ഡേറ്റ് എന്താന്നുള്ളത് അക്കോർഡിംഗ്ലി നിങ്ങൾ ഏത് ഡേറ്റിലാണോ ഇത് പറയുന്നത് ആ ഡേറ്റ് ഏതാന്നുള്ളത് ഇടുക. ക്ലിയർ ആയോ? 1st July 2015 ആണെങ്കിൽ 1st July 2015 തന്നെ ഇടുക. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ആൻസറും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ടു ജോസ് ഡയലൻ ആയി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ തിരിച്ചിട്ടു. ഫ്രം ഓഡിറ്റ് മാനേജർ ആയി. സബ്ജക്ട് വിൽ റിമെയിൻ ദ സെയിം ആൻഡ് ഡേറ്റ് എന്നത്തെയാണോ ഡേറ്റ് ആസ് ഓൺ പർട്ടിക്കുലർ ഡേറ്റ് തന്നെയാണോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പൊ അന്നത്തെ തന്നെ ഡേറ്റ് ഇടുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എഴുതേണ്ടത് ഇൻട്രൊഡക്ഷൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് എന്താ പറയേണ്ടത്? The briefing note are prepared for use by the audit engagement partner of Adams Group. Relate to the planning of the group for the year ended 31st May 2015. ഇത്രയും നിങ്ങൾ എല്ലാത്തിനും കോമൺ ആയിട്ട് സെയിം തന്നെ ആയിരിക്കും എഴുതുന്നുണ്ടാവുക. ഈ ബ്രീഫിംഗ് നോട്ട് എൻഗേജ്മെന്റ് പാർട്ണർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ്. ക്ലയന്റിന്റെ പേര് പറയാ ആൻഡ് ഇത് ആ പർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഫോർ ദി ഇയർ എൻഡ് ഏത് ഇയർ എൻഡിലേക്കുള്ള ഓഡിറ്റ് ആണോ ആ ഇയർ എൻഡ് പറയാം. ആഫ്റ്റർ ദാറ്റ് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ പറയുന്നുള്ളത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സെയിം റിക്വയർമെന്റ്. ദ നോട്ട്സ് കണ്ടെയ്ൻ എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു നിങ്ങളുടെ റിക്വയർമെന്റിൽ ഉണ്ടായിരുന്ന സെയിം കാര്യം തന്നെ എഴുതുക. ഇവാലുവേഷൻ ഓഫ് ഓഡിറ്റ് റിസ്ക്, matters to be considered in respect of work of the Clapton company, relevant procedures to be performed. Note will also contain the detail, the procedures to be conducted in relation to the investment in steward company, an associate of the group. Finally, the notes will discuss ethical professional issues which need to be addressed as a result of requests made by audit committee of the Adams Group. Clear ആയോ എല്ലാവർക്കും? Yes, sir. ഓക്കെ. അപ്പോ ആൻസർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം എന്ത് വേണം എഴുതാൻ? ആൻസറിന്റെ അകത്ത് നമ്മൾ ഏറ്റവും ആദ്യമേ എഴുതുന്നുണ്ടാവുക ബ്രീഫിംഗ് നോട്ട് എന്നുള്ള ഹെഡിങ് ആയിരിക്കും. ദെൻ ടു എഴുതുക, അതേപോലെ തന്നെ ഫ്രം എഴുതുക, സബ്ജക്ട് എന്താണ്, ഡേറ്റ് എന്താണെന്നുള്ള ഇടുക, ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതുക. ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് നമ്മൾ അവിടെ ക്ലിയർലി സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവണം എന്തൊക്കെയാണോ റിക്വയർമെന്റ്സ് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് സെയിം കാര്യം തന്നെ നേരെ തിരിച്ചെഴുതിയാൽ മതി. സോ ഇത്രയും കാര്യങ്ങൾ എഴുതുന്നതിനാണ് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 2 marks ഓഫ് പ്രൊഫഷണൽ മാർക്സ് കിട്ടുക. അതുപോലെ തന്നെ ഓരോന്നിന്റെ ഹെഡിങ് പ്രോപ്പർലി എഴുതുന്നതിനും പ്രൊഫഷണൽ മാർക്ക് കിട്ടും. ഇതിനാണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രൊഫഷണൽ മാർക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പം 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബ്രീഫിംഗ് നോട്ടായിട്ട് വേണം ആൻസർ എഴുതാൻ. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത് മെറ്റീരിയാലിറ്റി ആണ്. അതായത് മെറ്റീരിയാലിറ്റി ഏത് ബെഞ്ച് മാർക്കിന്റെ ബേസിസിലാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്, മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ അസംഷന്റെ ബേസിസിലാണ് ലോവർ ലിമിറ്റ് ചൂസ് ചെയ്തേക്കുന്നുള്ള കാര്യം പറയണം. മനസ്സിലായോ മക്കളെ? ഇസ് എ ക്ലിയർ? Yes, yes. Yes, sir. ഓക്കെ. ആൻഡ് നമ്മളോട് റിക്വയർമെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് റിക്വയർമെന്റ് എന്തായിരുന്നു? സിഗ്നിഫിക്കന്റ് ഓഡിറ്റ് റിസ്ക് എന്തൊക്കെയാന്നുള്ളതായിരുന്നു റിക്വയർമെന്റ് നമ്മളോട് ചോദിച്ചിരുന്നത്. സിഗ്നിഫിക്കന്റ് ഓഡിറ്റ് റിസ്ക് എന്തൊക്കെയാന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ആ സിഗ്നിഫിക്കന്റ് റിസ്ക് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ എഴുതി പോവുക. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ സിഗ്നിഫിക്കൻസ് നോക്കിയതിന് ശേഷം മാത്രമേ എഴുതാവുള്ളൂ. അതായത് ഓർഡർ ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് സിഗ്നിഫിക്കന്റ് ഓഡിറ്റ് റിസ്കുകൾ എന്തൊക്കെയാണോ ആ ബേസിസിൽ തന്നെ എഴുതി പോവുക. ഇങ്ങനെയായിരിക്കും നമ്മൾ ആൻസർ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. സോ ആഫ്റ്റർ ഗിവിംഗ് ആൻസർ ഫോർ എവറി റിക്വയർമെന്റ് ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷൻ കൂടി എഴുതുന്നുണ്ടാവും. ദിസ് ബ്രീഫിംഗ് നോട്ട് ഹാവ് ഷോൺ ദാറ്റ് ഓഡിറ്റ് റിസ്ക് ഓഫ് ദിസ് എൻഗേജ്മെന്റ് ഇസ് റിലേറ്റീവ്ലി ഹൈ. എന്നിട്ട് ഏതൊക്കെയാണോ മേജർ റിസ്കുകൾ ആ മേജർ റിസ്കുകൾ എഴുതുക. ഇവിടെ മേജർ റിസ്കുകൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്തും കൂടെ പറയാം? വി ഹാവ് ലിസ്റ്റഡ് ഡൗൺ ഓൾ ദി മേജർ സിഗ്നിഫിക്കന്റ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റിലേഷൻ ടു ദ ക്ലയന്റ് കമ്പനി ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി റിസ്ക് ഹാവ് ബീൻ സെലക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ പഠിച്ച ഫാക്ടേഴ്സ് പറയാം. അതായത് ഓൺ ദ ബേസിസ് ഓഫ് റിസ്ക് ഓഫ് ഫ്രോഡ്, അതേപോലെ തന്നെ ദ ഡിഗ്രി ഓഫ് സബ്ജക്ടിവിറ്റി ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ, ദ മെയിൻ സിഗ്നിഫിക്കന്റ് ട്രാൻസാക്ഷൻ വിത്ത് റിലേറ്റഡ് പാർട്ടീസ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി കോംപ്ലിസിറ്റി ഓഫ് ദി ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾ എഴുതുക ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ദ പ്ലാനിംഗ് ഓഫ് ഓഡിറ്റ് ഫോർ ദ ക്ലയന്റ് കമ്പനി. എന്താണ് ക്ലയന്റിന്റെ പേര് അത് പറയാം. ദ ഓഡിറ്റർ ഷുഡ് കൺസിഡർ ദീസ് പോയിന്റ്സ് and should ensure that the audit risk is reduced to the maximum low extent. ഇത്രയും കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുക. ഇങ്ങനെയായിരിക്കും നിങ്ങൾ ആൻസർ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ ബ്രീഫിംഗ് നോട്ടിന്റെ കണ്ടന്റിനും ദെൻ നിങ്ങളുടെ കൺക്ലൂഷനും പ്ലസ് ഹെഡിങ്സിനും കൂടെ ആയിരിക്കും മെയിൻലി നിങ്ങൾക്ക് ഏത് മാർക്ക് കിട്ടുക? ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രൊഫഷണൽ മാർക്ക് കിട്ടുന്നുണ്ടാവുക. സോ ആ ഒരു പ്രൊഫഷണൽ മാർക്കിന്റെ കേസ് ക്ലിയർ ആയ എല്ലാവർക്കും പ്രോപ്പർലി? Yes, sir. ഓക്കെ. അതാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മാർക്ക്
ബ്രീഫിംഗ് നോട്ടിന്റെ ഫോർമാറ്റിനും സ്ട്രക്ചറും കൂടെ വേണ്ടിയിട്ടായിരിക്കും. ലാംഗ്വേജ് സ്റ്റൈൽ ആൻഡ് ക്ലാരിറ്റി, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പ്രോപ്പർലി നടത്തുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ എൻഗേജ്മെന്റ് പാർട്ണർ നിങ്ങൾക്ക് തന്നേക്കുന്ന റിക്വസ്റ്റ് എന്താണോ ആ റിക്വസ്റ്റ്, അതായത് മെറ്റീരിയാലിറ്റിയുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന റിക്വസ്റ്റ് പ്രോപ്പർലി സ്പെസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രൊഫഷണൽ മാർക്ക് കിട്ടുക. ആൻഡ് സ്കെപ്റ്റിസിസം എന്ന് പറയുന്ന പ്രൊഫഷണൽ മാർക്ക് നോക്കിയേ, നിങ്ങളോട് പറയണം അപ്രോപ്രിയറ്റ്ലി പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് യൂസ് ചെയ്ത് അൺയൂഷ്വൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് സിനാരിയോക്കകത്തുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന്, മെറ്റീരിയാലിറ്റിയുടെ ജസ്റ്റിഫിക്കേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ പറയുന്ന സമയത്ത്, മാനേജ്മെന്റ് ബയസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സിനുള്ള മിസ്റ്റേക്സും കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണോ സിനാരിയോയിൽ ഉണ്ടായിരിക്കുന്നത് അത് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു പ്രൊഫഷണൽ മാർക്ക് കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. Yes, sir. അതുപോലെ തന്നെ എഗെയിൻ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്ന പ്രൊഫഷണൽ മാർക്കും കിട്ടും. അതായത് ഇഫക്റ്റീവ്ലി നിങ്ങൾ ഓരോ ഓഡിറ്റ് റിസ്കിനെയും അതിന്റെ ലൈക്ലിഹുഡ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസ്ക്, അതായത് അത് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റിയും അതിന്റെ സിഗ്നിഫിക്കൻസിന്റെ ബേസിസിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്ന പ്രൊഫഷണൽ മാർക്കും കിട്ടുന്നുണ്ടാവും. അപ്പം ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പെസിഫിക്കലി ഒന്നും ചെയ്യേണ്ട, എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ റിക്വയർമെന്റ്സ് അത് അപ്രോപ്രിയറ്റ്ലി ഫോളോ ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആയോ? ഓക്കെ. Yes, sir. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻലി കൺസിഡർ ചെയ്യേണ്ടത് ആസ് പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ ഇൻ റിലേഷൻ ടു ദ ഓഡിറ്റ് റിസ്ക്. അപ്പൊ നമ്മൾ നോർമലി റിവിഷൻ ക്ലാസ്സിൽ നേരെ ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്യാറ്. ഇപ്പൊ പകരം ഇത്രയും കാര്യങ്ങൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമുക്ക് ഓൾമോസ്റ്റ് 20 മാർക്സ് ആണ് പ്രൊഫഷണൽ മാർക്സ്. ഔട്ട് ഓഫ് വിച്ച് 10 മാർക്ക് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി നമ്മുടെ 50 മാർക്സിന്റെ ക്വസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തന്നെ നമ്മൾ മെയിൻലി കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, പ്രൊഫഷണൽ മാർക്ക് 50 മാർക്സിന്റെ അകത്ത് നിന്ന്. അപ്പൊ റിസ്കിന്റെ 50 മാർക്സിന്റെ ഏരിയ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ മെയിൻലി ശ്രദ്ധിക്കുക. എസ്പെഷ്യലി നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയായിരുന്നു? നമ്പർ 1 മെറ്റീരിയാലിറ്റിയുടെ കമ്പ്യൂട്ടേഷനും അതുപോലെ തന്നെ ബെഞ്ച് മാർക്ക് ലോവർ ലിമിറ്റ് വേണോ അപ്പർ ലിമിറ്റ് വേണോ എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നോക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് നമ്പർ 2 റിസ്ക് പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക. ആൻഡ് അബോവ് ഓൾ നിങ്ങൾ എപ്പോഴും പറയുമ്പോൾ സിനാരിയോ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും സിനാരിയോയും തമ്മിൽ ബന്ധമില്ലാതെ പറയരുത്. പണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന്റെ അകത്ത് എന്താണ് മിസ്റ്റേക്ക് ആയിട്ട് സംഭവിക്കുന്നത് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആ സിനാരിയോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ആയിട്ട് കിട്ടുന്ന മാർക്കിനെക്കാളും കൂടുതൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ മാർക്കും കിട്ടും. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ മെയിൻലി കൺസിഡർ ചെയ്യുക. ഓക്കെ. ഇനി മെയിൻലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് ഓരോ സിറ്റുവേഷനിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്കുകൾ ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ പ്രോപ്പർലി. സോ ഓൾമോസ്റ്റ് 18 പേജസ് നമ്മൾ റിസ്ക് ഡിസ്കസ് ചെയ്ത് തന്നെയായിരുന്നു പോയത്, ഓരോ കേസിലും എന്തൊക്കെ റിസ്കുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം. ബട്ട് എപ്പോഴും ഒരു കാര്യം മൈൻഡിൽ പ്രോപ്പർലി ഓർത്ത് വെക്കുക, നിങ്ങളോട് റിസ്ക് ചോദിക്കുന്ന സമയത്ത് കോമൺ ആയിട്ട് നമ്മൾ പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ള കുറെ റിസ്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എബോവ് ദാറ്റ് പുതിയ പുതിയ റിസ്കുകൾ വരാം, എസ്പെഷ്യലി പ്യൂർലി ബേസ്ഡ് ഓൺ സിനാരിയോ. അപ്പൊ സിനാരിയോനെ ബേസ് ചെയ്ത് റിസ്ക് വരുന്ന സമയത്ത് നമുക്കത് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഓഡിറ്റിങ്ങിന്റെ അകത്തുള്ള സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പഠിക്കുക. കാരണം അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. സോ എൻഷുർ ദാറ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള റിസ്ക് വന്നു കഴിഞ്ഞാൽ അത് ഈസിലി ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏറ്റവും പ്രോപ്പർ ആയിട്ട് രീതിയിൽ തന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് പഠിക്കുക. ഓക്കെ, ഫൈൻ. സോ നൗ വി വിൽ ജസ്റ്റ് ഡു വൺ തിങ്. നമുക്ക് ക്വിക്ക്ലി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്തൊക്കെയായിരുന്നു റിസ്കുകൾ ഓരോ സിനാരിയോയിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് ഒന്ന് ഭയങ്കര സ്പീഡ് ബ്രഷപ്പ് ചെയ്ത് പോവാം. കാരണം നമ്മളിത് ഒരുപാട് ഡിസ്കസ് ചെയ്തതായിരുന്നു ഓൾറെഡി നമ്മുടെ സെഷനിൽ വെച്ച് തന്നെ. സോ നമുക്കറിയാം ഓരോ സിറ്റുവേഷനിലും റിസ്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ സിനാരിയോയ്ക്കകത്ത് നിങ്ങളോട് ഇപ്പൊ പറയാണ് ഒരു ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ് ആണ് നമ്മുടെ കമ്പനി എന്ന്. ഒരു ന്യൂലി ലിസ്റ്റഡ് ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ മക്കളെ നമ്മൾ ഏതൊക്കെ റിസ്കുകളാണ് നമ്മൾ പറയാറുള്ളത് എപ്പോഴും? ന്യൂലി ലിസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് ബയസ്ഡ് ആയിരിക്കും. മാനേജ്മെന്റ് ബയസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം. റീസൺ എന്തായിരുന്നു? ബിക്കോസ് ന്യൂലി ലിസ്റ്റഡ് ആകുമ്പോഴത്തേനും അവർക്ക് ഷെയർ ഹോൾഡേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? റവന്യൂ പ്രോഫിറ്റും എല്ലാം ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കേണ്ടതായിട്ട് വരും. പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് മാനേജ്മെന്റ് ബയസ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ ഇൻ കേസ് ഇഫ് യു ഹാവ് നോട്ട് ഗോട്ട് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് നോളജ് വിത്ത് റിഗാർഡിംഗ് ദി ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സ്, ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നോളജ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്തായിരിക്കും? ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഡിസ്ക്ലോഷേഴ്സ് കമ്പനി കൊടുത്തിട്ടുണ്ടാവില്ല. ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ മിസ്റ്റേക്സിനുള്ള പോസിബിലിറ്റി ഹൈ ആയിരിക്കും.
അതുപോലെ തന്നെ നിങ്ങൾ സിനാരിയോക്കകത്ത് എപ്പോഴും നോക്കുക, ഇസ് ആർ എ ന്യൂ ക്ലയന്റ്. നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഒരു ന്യൂ ക്ലയന്റ് ആണെന്നുണ്ടെങ്കിൽ അഗെയിൻ അവിടെ മിസ്റ്റേക്സിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. കാരണം ഒരു ന്യൂ ക്ലയന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? ഡിറ്റക്ഷൻ റിസ്ക് ആയിരിക്കും. കാരണം ദ ക്യാൻ ബി ചാൻസസ് നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചും അക്കൗണ്ടിംഗ് പോളിസിനെ കുറിച്ചും ട്രാൻസാക്ഷനെ കുറിച്ചും ഒന്നും ഓഡിറ്റർക്ക് സഫീഷ്യന്റ് നോളജ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഡിറ്റക്ഷൻ റിസ്കിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും പറയാം ദ ക്യാൻ ഓൾസോ ബി ചാൻസസ് കമ്പനിയുടെ ഓപ്പണിംഗ് ബാലൻസസ് മിസ്റ്റേറ്റഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് മിസ്റ്റേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കവിടെ റിസ്ക് ആയിട്ട് പറയാം. ബട്ട് നിങ്ങൾ അവിടെ എപ്പോഴും നോക്കണം, ഇൻ കേസ് എങ്ങാനും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഡിറ്റക്ഷൻ റിസ്കിനെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾ അവിടെ ഓഡിറ്റ് റിസ്കിനെ കുറിച്ച് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മളോട് ഇപ്പം ജനറൽ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ഓഫ് എ ന്യൂ ഡയറക്ടർ, ഒരു കമ്പനിയുടെ പുതിയ ഫിനാൻസ് ഡയറക്ടറിനെ അല്ലെങ്കിൽ ഏതൊരു ഡയറക്ടർ അപ്പോയിന്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ സിനാരിയോക്കകത്ത് പ്രോപ്പർലി നോക്കുക അവർ ഏത് ഫീൽഡിൽ നിന്നാണ് പുതിയ ഡയറക്ടറായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ സെയിം സിനാരിയോയിൽ പറയാണ് അവർ വേറെ തന്നെ ഒരു ഫീൽഡിൽ നിന്നാണ് വന്നേക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും? മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി ഹൈ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി ഹൈ ആണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെറ്റീരിയലി മിസ്റ്റേക്കഡ് ആണെന്നുള്ള കേസ് പറയാം. അപ്പം ഇങ്ങനെയായിരിക്കും റിസ്കുകൾ വരുന്നുണ്ടാവുക. സെയിം ആസ് നമുക്ക് ഇപ്പം അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള റിസ്കുകൾ പല രീതി വരാം. റവന്യൂ റെക്കഗ്നീഷൻ ഫസ്റ്റ് ടൈം ആണ് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും. കമ്പനി ഡിപ്രിസിയേഷൻ നടത്തുന്നത് കോമ്പണന്റ് അസറ്റിന്റെ ഡിപ്രിസിയേഷൻ നടത്തുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കേസിലും റിസ്കുകൾ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നമ്മൾ പ്രോപ്പർലി ഈ നോട്ട്സ് ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പൊ എല്ലാവരും ഈ നോട്ട്സ് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു നോക്കുക. ഗ്രൂപ്പ് ബേസ്ഡ് സിനാരിയോയിലും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സിനാരിയോയിലൊക്കെ എന്തൊക്കെ റിസ്കുകളാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്നുള്ളത്. സോ ഈ റിസ്കുകൾ ഓരോന്നും വായിച്ച് പ്രോപ്പർലി മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഞാൻ പറഞ്ഞു സെയിം റിസ്കുകൾ തന്നെ എക്സാമിന് അതേപോലെ വരുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഡെഫിനറ്റ്ലി ദേ ക്യാൻ ബി ചാൻസസ് ഓഫ് ഹാവിംഗ് ന്യൂ റിസ്ക്. ബട്ട് ആ പുതിയ റിസ്കുകൾ വരുന്ന ഓരോന്ന് എന്തിന്റെ ബേസിസിലായിരിക്കും? സിനാരിയോനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും, അക്കൗണ്ടിങ് സിനാരിയോനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ SBR ഏരിയാസും കൂടി പ്രോപ്പർലി റിവൈസ് ചെയ്യുക എല്ലാവരും. ഓക്കെ, ക്ലിയർ ആയ മക്കളെ? ഓക്കെ, അപ്പം എല്ലാവരും ഈ നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കണേ. നിങ്ങൾക്കത് ഗൂഗിളിൽ നിന്ന് ഡയറക്ട്ലി സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു പർട്ടിക്കുലർ നോട്ട് എന്ന് പറയുന്നത് ഓഡിറ്റ് റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്ത്. സോ എല്ലാവരും വായിച്ച് നോക്കുക ഓരോ സിനാരിയോയിൽ എന്തൊക്കെയാണ് റിസ്ക് വരുന്നതെന്ന്. ബട്ട് ഒരേ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ മെയിൻലി അവിടെ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഈ സിനാരിയോയ്ക്കകത്ത് എന്തൊക്കെ റിസ്കുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഒരു പർട്ടിക്കുലർ റിസ്ക് സിനാരിയോയ്ക്കകത്തുനിന്ന് പിക്ക് ചെയ്യാൻ നോക്കരുത്. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണത്. അതായത് എപ്പോഴും നിങ്ങൾ സിനാരിയോയ്ക്കകത്ത് നോക്കേണ്ടത് ആക്ച്വലി അവിടെ വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ് വേണം കൺസിഡർ ചെയ്യാൻ. അതായത് ഓരോ സിനാരിയോയിലും ശരിക്കും റിക്വയർഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് ആലോചിച്ച് നോക്കുക. എന്താണോ നമുക്ക് ശരിക്കും ഒരു സിനാരിയോ വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, ആ സിനാരിയോയിൽ വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന് നേരെ ഉൾട്ടയായിരിക്കും റിസ്ക് എന്ന് പറയുക. അതായത് നമ്മൾ റിസ്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് ആണല്ലോ കൺസിഡർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ ശരിക്കും FSന്റെ അകത്ത് ഒരു കാര്യം കാണിക്കേണ്ടത് അങ്ങനെ കാണിച്ചിട്ട് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളിപ്പം ഒരു പർട്ടിക്കുലർ കമ്പനി റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ നേരെ ആലോചിച്ച് നോക്കുക ആ കമ്പനി ആ സിറ്റുവേഷൻ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. അപ്പൊ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തു എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ ചെയ്തു എന്നുള്ളതാണ് മിസ്റ്റേക്ക്. നിങ്ങളോട് പറയുന്ന കമ്പനി ഒരു പർട്ടിക്കുലർ അസറ്റ് പുതുതായിട്ട് വാങ്ങി, ഇൻടാഞ്ചിബിൾ അസറ്റ് വാങ്ങി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇൻടാഞ്ചിബിൾ അസറ്റ് വാങ്ങിയാൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്? ഇൻടാഞ്ചിബിൾ അസറ്റ് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി നീഡ് ടു റെക്കഗ്നൈസ് ഇറ്റ് ആസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ആൻഡ് ഷുഡ് ബി അമോർട്ടൈസ്ഡ് ഓവർ ദ യൂസ്ഫുൾ ലൈഫ്. റിസ്ക് എന്തായിരിക്കും? കമ്പനി ആ ഇൻടാഞ്ചിബിൾ അസറ്റ് ഓവർ ദ യൂസ്ഫുൾ ലൈഫ് അമോർട്ടൈസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതായിരിക്കും റിസ്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്ത് ചെയ്യുക, യു മസ്റ്റ് ഓൾവേസ് തിങ്ക് ഫ്രം ദ പെർസ്പെക്ടീവ് ഓഫ് എൻ അക്കൗണ്ടന്റ് ഫസ്റ്റ്. ഒരു അക്കൗണ്ടന്റ് എങ്ങനെയാണ് ആദ്യം അത് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള ആലോചിച്ച് നോക്കുക. അതിന് നേരെ ഓപ്പോസിറ്റ് അവർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് പറയുന്നതാണ് റിസ്ക്. സോ കീപ് ദാറ്റ് വൺ ഇൻ മൈൻഡ്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ നോർമലി നിങ്ങളോട് റിസ്ക് ചോദിക്കുന്ന സമയത്ത് എപ്പോഴും റിസ്ക് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ റിസ്ക് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതെന്ന് വെച്ചോ. അപ്പൊ റിസ്ക് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് ആൻസർ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ റേഷ്യോസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റിസ്ക് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നോർമൽ റിസ്കിന്റെ സിനാരിയോ പോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള സിനാരിയോ തന്നിട്ടുണ്ടാവും. ഹൗഎവർ അവിടെ വരുന്ന ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ സിനാരിയോയ്ക്കകത്ത് തന്നെ ഒരു ഫുൾ ഫ്ലെജ്ഡ് P&L-ഉം SOFP-യും തന്നിട്ടുണ്ടാവും. ആൻഡ് ഈ P&L-ഉം SOFP-യും തന്നിട്ട് നിങ്ങളോട് പറയാണ് യൂസിങ് ദിസ് P&L ആൻഡ് SOFP റേഷ്യോസും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും കൂടെ ചെയ്ത് റിസ്ക് കണ്ടുപിടിക്കാനായിരിക്കും പറയാം.
എപ്പോഴും കോമൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ റേഷ്യോസ് ഉണ്ട്. പക്ഷെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പം റേഷ്യോ മാത്രമല്ല, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ടോട്ടൽ കമ്പാരിസൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പൊ നിങ്ങൾ അവിടെ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറയുന്ന സമയത്ത് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന റേഷ്യോ ആണ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുക. അപ്പൊ നിങ്ങൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇയറിലേക്കും കാൽക്കുലേറ്റ് ചെയ്യണം, പ്രീവിയസ് ഇയറിലേക്കും കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി രണ്ടാമത് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാറുള്ള റേഷ്യോ ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. സെയിം as that നിങ്ങൾക്ക് ഇൻവെന്ററി ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ റിസീവബിൾസ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ സെയിം as that നിങ്ങൾക്ക് ബാക്കിയുള്ള റേഷ്യോസ്, അതായത് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഇൻട്രസ്റ്റ് കവർ റേഷ്യോ, അങ്ങനെയുള്ള എല്ലാ റേഷ്യോസും കാൽക്കുലേറ്റ് ചെയ്യാം. മെയിൻലി ഇൻട്രസ്റ്റ് കവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, ഗിയറിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. സെയിം as that ഇഫക്റ്റീവ് ടാക്സ് റേറ്റും കാൽക്കുലേറ്റ് ചെയ്യുക, ഇഫക്റ്റീവ് ടാക്സ് റേറ്റ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും കൺസിഡർ ചെയ്യണം. ഈ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും ആസ് കമ്പയർഡ് വിത്ത് ദ പ്രയർ ഇയർ കൂടുവാണോ ചെയ്തേക്കുന്നത് അതോ കുറയുവാണോ ചെയ്തേക്കുന്നതെന്ന് സിനാരിയോനെ ബേസ് ചെയ്ത് നോക്കുക. ലാസ്റ്റ് ഇയറിൽ ഈ കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 20% ആയിരുന്നു. കറണ്ട് ഇയറിൽ അത് 25% ആയി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ലാസ്റ്റ് ഇയറിൽ 18% ആയിരുന്നു, അത് ഒരു 22% ആയി. ഇങ്ങനെയാണ് ചേഞ്ച് വന്നേക്കുന്നുണ്ടെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് ഡയറക്റ്റ് റിലേഷൻ. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടി, കറസ്പോണ്ടിംഗ്ലി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും കൂടി. രണ്ടും കൂടുവാണ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രൊപ്പോർഷണൽ മൂവ്മെന്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ മെയിൻലി റിസ്ക് കൺസിഡർ ചെയ്യണം നിർബന്ധമില്ല. ഓൺ ദ അതർ ഹാൻഡ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടി, അറ്റ് ദ സെയിം ടൈം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറയുവാണ് ചെയ്തേക്കുന്നത്, മേ ബി ഇറ്റ് മൈറ്റ് ഫോൾ ടു 16%. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു അവിടെ അസംപ്ഷൻ എടുക്കും, കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? റവന്യൂ കമ്പനിയുടെ കൂടിയിട്ടുണ്ടാവും. നിങ്ങൾ സിനാരിയോയിൽ നോക്കുക, റവന്യൂ കൂടുവാണ് ചെയ്തതെന്ന്. ആൻഡ് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞിട്ടുണ്ടാവും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറയണം എന്നുണ്ടെങ്കിലോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യാണ് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞു, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടി. സോ ദേ ക്യാൻ ബി ചാൻസസ് ദാറ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചേക്കുന്നത് ചിലപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട എമൗണ്ട് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് അണ്ടർസ്റ്റേറ്റഡ് ആണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓവർ സ്റ്റേറ്റഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇങ്ങനെയായിരിക്കും റിസ്ക് പറയാ. The company's gross profit margin has been increased from 20% to 25%. On the other hand, the operating margin has been decreased from 18% to 16%. Therefore, there can be chances that the expenses that need to be included within the cost of sales might have been misclassified into operating expenses, leading to overstated operating expenses and understated cost of sales. Clear ആയോ എല്ലാവർക്കും? Yes, sir. Okay. ഇനി കമ്പനിയുടെ ഇൻവെന്ററി ഡേയ്സ് ലാസ്റ്റ് ടൈം 20 days ആയിരുന്നു, ആൻഡ് ദിസ് ടൈം ഇറ്റ് ഹാസ് ബിക്കം 45 days. ഇൻവെന്ററി ഡേയ്സ് കൂടിക്കഴിഞ്ഞാൽ അതിനുള്ള പോസിബിലിറ്റി എന്തായിരിക്കും? Obsolescence of inventory. Yeah, there can be chances of having slow moving or obsolete inventory. And in case of slow moving or obsolete inventory, നമ്മൾ അതിനെ എന്ത് ചെയ്യണം എന്ന് പഠിച്ചിട്ടുള്ളത്? Lower of cost or NRV. It should be valued at the lower of cost or NRV. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? Yeah, there can be chances that the company might not have calculated it valued it appropriately to the lower of cost or NRV, leading to overstated inventory and understated related expenses. Clear ayo? Yes, sir. Okay. Then next one, receivables days. The last year the receivables days was 25 days, and this time it becomes maybe 60 days. So നമ്മുടെ receivables days 25 days in 60 days ആയി. So what happens when the receivables days of a company have increased? Receivables days കൂടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? Debts കൂടും. Yeah, there can be chances of having bad and doubtful debts. And as per accounting treatment, bad and doubtful debts ഉള്ള പോസിബിലിറ്റി ഉള്ളപ്പോൾ നമ്മൾ എന്താ മെയിൻലി ചെയ്യേണ്ടത്?
പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അലവൻസ്. ഓക്കെ, നമ്മുടെ അസറ്റിന്റെ വാല്യൂ റെഡ്യൂസ് ആകുന്നതിന് നമ്മൾ അലവൻസ് ആണ് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ക്രിയേറ്റ് അലവൻസ് ഫോർ റിസീവേഴ്സ്, ഓർ എൽസ് വി ഹാവ് വാട്ട് വി നീഡ് ടു ഡു, വി നീഡ് ടു റൈറ്റ് ഓഫ് ദി ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? There can be chances that the company might not have treated it appropriately. അപ്പൊ എന്ത് സംഭവിക്കും? Which might result in Overstated of receivables, understatement of bad debts. Yeah, which might result in overstated receivables and understated bad and doubtful debts. Clear ആയോ? Okay. Yes. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കമ്പനിയുടെ ഇൻട്രസ്റ്റ് കവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ കമ്പനിയുടെ ഇൻട്രസ്റ്റ് കവർ റേഷ്യോ ലാസ്റ്റ് ടൈം ഇറ്റ് വാസ് 1.9 ആൻഡ് ദിസ് ടൈം ഇറ്റ് ബിക്കംസ് 0.6. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഗിയറിംഗ് ലാസ്റ്റ് ടൈം ഇറ്റ് വാസ് 45% ആൻഡ് ദിസ് ടൈം ഇറ്റ് ഹാവ് ബിക്കംസ് ഓൾമോസ്റ്റ് 80%. സോ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻട്രസ്റ്റ് കവർ റേഷ്യോ കൂടുന്നതാണോ നല്ലത്, കുറയുന്നതാണോ നല്ലത്? കൂടുന്നതാണ് നല്ലത്. ഗിയറിംഗ് ആണെന്നുണ്ടെങ്കിലോ കുറയുന്നതാണ് നല്ലത്. കമ്പനിയിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് പോയേക്കുന്നത്. അതായത് ഇൻട്രസ്റ്റ് കവർ റേഷ്യോ കുറഞ്ഞു അല്ലെങ്കിൽ ഗിയറിംഗ് എന്ത് ചെയ്തു? കൂടി. അങ്ങനെയാണ് ഇവിടെ മൾട്ടിപ്പിൾ റിസ്ക് നിങ്ങൾക്ക് പറയാം. കമ്പനിയുടെ ഇൻട്രസ്റ്റ് കവർ കുറയുവോ അതുപോലെ തന്നെ ഗിയറിംഗ് കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ലോൺ കോവനൻസ് ഒക്കെ എന്താവാൻ ചാൻസ് ഉണ്ട്? ചാൻസ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി മൾട്ടിപ്പിൾ റിസ്ക് നിങ്ങൾക്ക് പറയാം. ഫസ്റ്റ് തിങ് അവിടെ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവാം? കമ്പനിക്ക് ഈ ഒരു ഹോൾ എമൗണ്ട് ഓഫ് ലോണ് തിരിച്ച് റീപേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഹോൾ എമൗണ്ട് ഓഫ് ലോണ് ഏതെങ്കിലും കോവനന്റ് ബ്രീച്ച് ആയതിനു ശേഷം റീപേ ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ കമ്പനി മൈറ്റ് ഫേസ് എ ബിസിനസ് റിസ്ക് ആൻഡ് ഡ്യൂ ടു വിച്ച് കമ്പനി എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. And about which company might need to appropriately disclose it in the company's financial statements. Risk എന്തായിരിക്കും? അവർ പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. ക്ലിയർ ആയോ? ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ മൾട്ടിപ്പിൾ റിസ്കിനെ കുറിച്ച് നിങ്ങളുടെ സിനാരിയോയിൽ പറയുന്നുണ്ട്. എസ്പെഷ്യലി ഇൻട്രസ്റ്റ് കവറൊക്കെ ഒരുപാട് ബിലോ പോയി എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഈവൻ നിങ്ങൾക്ക് ഒരുപാട് മൾട്ടിപ്പിൾ എന്താ പറയാ അഡ്വേഴ്സ് റേഷ്യോസ് ഉണ്ട്. ലൈക്ക് നിങ്ങളിപ്പം ഇതിന് പുറമെ കറണ്ട് റേഷ്യോ, ക്യുക്ക് റേഷ്യോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദർ ക്യാൻ ബി പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് അൺസർട്ടനിറ്റീസ് റിലേറ്റിംഗ് ടു ദ ഗോയിങ് കൺസേൺ. അങ്ങനെയാണെങ്കിൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേണിനെ കുറിച്ച് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ക്ലിയർ ആയോ? Yes, sir. Yeah. Finally, it's about the effective tax rate. Effective tax rate എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ മെയിൻലി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സിനാരിയോ പ്രോപ്പർലി വായിച്ചു നോക്കുക. എന്നിട്ട് കമ്പനിയുടെ ടാക്സ് എത്രയാണ് കറണ്ട് ഇയറിൽ വന്നേക്കുന്നത് നോക്കണം. ടാക്സ് എക്സ്പെൻസ്, കമ്പനിയുടെ ടാക്സ് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എടുക്കുക. എന്നിട്ട് എത്ര പെർസെന്റേജ് ആണ് കമ്പനി ടാക്സ് ആയിട്ട് കറണ്ട് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്തേക്കെന്ന് നോക്കണം. പ്രീവിയസ് ഇയറിലെയും ടാക്സ് നിങ്ങൾ ടാക്സ് എക്സ്പെൻസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കറണ്ട് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും ടാക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കണം കറണ്ട് ഇയറിലെയും പ്രീവിയസ് ഇയറിലെയും ടാക്സ് എക്സ്പെൻസ് അവർ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ എന്ന്. അതിങ്ങനെയായിരിക്കും നിങ്ങൾ നോക്കുക. കറണ്ട് ഇയറിൽ ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് ആയിട്ട് വന്നേക്കുന്നത് 20% ആണ്. സോറി, പ്രീവിയസ് ഇയറിൽ. കറണ്ട് ഇയറിൽ വന്നേക്കുന്നത് 15% ആണ്. അതായത് കമ്പനി പ്രീവിയസ് ഇയറിൽ ടാക്സ് അടച്ചേക്കുന്ന കമ്പനിയുടെ പ്രോഫിറ്റിന്റെ 20% ആണ് ടാക്സ് ആയിട്ട് പേ ചെയ്തേക്കുന്നത്. കറണ്ട് ഇയറിൽ ടാക്സ് ആയിട്ട് പേ ചെയ്തേക്കുന്നത് 15% ഉള്ളൂ. നോർമലി കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച് ടാക്സിന്റെ പെർസെന്റേജ് കൂടുവാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക? കൂടും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സെയിം ആയിട്ട് നിൽക്കണം. ശരിയല്ലേ? അതായത് സെയിം സ്ലാബ് ആണെങ്കിൽ പോലും സെയിം പെർസെന്റേജ് ആയിരിക്കും. ആൻഡ് നോർമലി ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച് ടാക്സ് കൂടുകയാണ് ചെയ്യുക. പക്ഷെ നമ്മുടെ കമ്പനിയുടെ ടാക്സിന്റെ റേറ്റ് സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ടോ? ഇല്ല. ടാക്സ് റേറ്റ് കുറയുവാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ബി ചാൻസസ് ആർ കമ്പനി ചിലപ്പോൾ എന്തായിരിക്കും ചെയ്തേക്കുന്നത്? ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാക്സ് റേറ്റ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് ടാക്സ് റേറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കമ്പനിയുടെ ടാക്സ് എക്സ്പെൻസ് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും, പ്രോഫിറ്റ് എന്താവും? ഓവർ സ്റ്റേറ്റഡ് ആവും. ക്ലിയർ ആയോ? പിന്നെ അതേപോലെ അതില് പ്രീവിയസ് ടാക്സ് ലോസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓഫ്സെറ്റ് ചെയ്തൂടെ? പ്രീവിയസ് ടാക്സ് ലോസസ് ഉണ്ടെങ്കിൽ ഓഫ്സെറ്റ് ചെയ്യാം. പക്ഷെ അതിനെക്കുറിച്ച് സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ പറയാതിരുന്നാൽ മതി. മനസ്സിലായോ? ഓക്കെ, അതിനെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇല്ല, സിനാരിയോയിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയണ്ട, നമ്മൾ അസംപ്ഷൻ ആയിട്ട് എടുക്കുക. ബിക്കോസ് അഗെയിൻ we are considering risk because we are considering the possibility for the mistakes in the company's financial statements. ശരിയല്ലേ?
ഓക്കെ. അപ്പൊ അത് കാരണം കൊണ്ട് പ്യൂർലി നമ്മുടെ അസംഷന്റെ ബേസ് തന്നെയാണ് പറയാ. അപ്പം പ്രീവിയസ് ടാക്സ് ലോസസ് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഓക്കെ. സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ മക്കളെ പ്രോപ്പർലി? Yes, sir. ഓക്കെ. അപ്പൊ ഇതായിരുന്നു അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷേ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന്റെ റേഷ്യോ കമ്പ്യൂട്ടേഷനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഈ റേഷ്യോസെ കൺസിഡർ ചെയ്യണമെന്ന് നിർബന്ധമില്ല അനലിറ്റിക്കൽ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത്. അനലിറ്റിക്കൽ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സിനാരിയോയ്ക്കകത്തുള്ള കാര്യങ്ങൾ പ്രോപ്പർലി വായിച്ചു നോക്കുക. സിനാരിയോയ്ക്കകത്ത് എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നോക്കണം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ക്വിക്ലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ആദംസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി നമുക്ക് പുതിയ ക്വസ്റ്റ്യൻ ആസ് പാർട്ട് ഓഫ് ദി റിവിഷൻ സെഷൻ നമ്മൾ ലാസ്റ്റ് ഡേ ആസ് മോക്ക് എക്സാം ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ ക്വിക്ലി നമ്മൾ ഈ ഒരു സെഷനിൽ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഓൾറെഡി ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്ന ആദംസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ആപ്ലിക്കേഷൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതും കൂടെ ഒന്ന് ക്വിക്ലി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ ആദംസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ആദ്യമേ നിങ്ങൾക്ക് സിനാരിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞേക്കുന്നത് ആ സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അപ്രോപ്രിയേറ്റ്ലി തന്നെ നമ്മുടെ ഈ കമ്പനിയുടെ ഫുൾ ഫ്ലെജ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് അത് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം വേണം നിങ്ങൾ ആദ്യമേ ചെക്ക് ചെയ്യാൻ. എന്ന് വെച്ചാൽ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ സിനാരിയോ വായിക്കുന്ന സമയത്ത് നിങ്ങളോട് പറയാണ് Adams Group also owns 25% of the Stewart company, which is classified as an associate in the group, of the financial position at a value of 12 million at 31st May 2015. നിങ്ങളോട് പറഞ്ഞു and the shares in the Stewart company were acquired in Jan 2015 for the consideration of 11.5 million. 11.5 million കറന്റ് ഇയറിൽ പർച്ചേസ് ചെയ്ത ഒരു അസോസിയേറ്റ് കമ്പനി അവർക്കുണ്ട്. അസോസിയേറ്റ് കമ്പനിയുടെ 12 million ആണ് കമ്പനിയുടെ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അത് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. സോ അസോസിയേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കമ്പനിയുടെ SOPL-ലും SOFP-ലും വരുന്ന ട്രീറ്റ്മെന്റ് എന്തൊക്കെയാ മക്കളെ? എന്തൊക്കെയായിരുന്നു? ഇൻകം ഫ്രം അസോസിയേറ്റ് അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം അസോസിയേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? സിംഗിൾ ലൈൻ ഐറ്റം ആയിട്ട് SOPL കാണിക്കണം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ് എത്രയാണോ ആ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റിന്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? SOFP-ലും കാണിക്കണം. ശരിയല്ലേ? സോ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റിന്റെ എമൗണ്ട് SOFP കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ കമ്പനിയുടെ SOFP എടുത്തു. SOFP കാണിച്ചിട്ടുണ്ടോ? ഉണ്ട്. 12 million കാണിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്. സെയിം as that നിങ്ങൾ P&L നോക്കുക. ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ് കാണിച്ചിട്ടുണ്ടോ? ഇല്ല, കാണിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് റിസ്ക് ആയിട്ട് പറഞ്ഞൂടെ? ഓക്കെ. അപ്പം നമ്മൾ എന്ത് പറയണം? റമീസ് അവിടുന്ന് നോയിസ് ഉണ്ട്, ജസ്റ്റ് മ്യൂട്ട് ചെയ്ത് വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. സോ നമ്മളോട് അവിടുന്ന് പറഞ്ഞേക്കുന്നത് എന്താ? നിങ്ങൾ ക്ലിയർലി പറയുക, ദ കമ്പനി ഹാവ് അക്യൂർഡ് an associate company during the current year period, of which the company owns 25% of the shares, and the company should have included the investment in associate as part of the company's statement of financial position, in addition to which the company should also show the share of profit from associate as a single line item in the company's statement of profit or loss. However, the company have not included any amounts in relation to the associate's share of profit in the company's financial statements. Therefore, there can be chances that either the company might have omitted the amount of income from associate, or there can also be chances that the company might have misclassified it into other accounts, leading to material mistakes in the company's financial statements. Clear ayo? Yes, sir. Okay. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ SOFP-ക്കകത്ത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. Again, another example. നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്ന നോക്കി, B company manufactures soap furnishings, which it sells through an extensive network of retailers. Company's cash rich and surplus cash is invested in large portfolio of investment properties, which generates rental income. The group's accounting policy is to measure the investment property at fair value. B company's draft statement of financial position recognized asset of 28 million at 31st May 2015, of which investment property represents 10 million. നമ്മളോട് പറഞ്ഞു ഇവിടെ ബി കമ്പനി എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? അവര് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
28 million ആണ് കമ്പനിയുടെ ടോട്ടൽ അസറ്റ്. ഔട്ട് ഓഫ് വിച്ച് 10 million ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയിൽ ഒരു കമ്പനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഹാവ് ട്രീറ്റഡ് ഇറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് IAS ഏതായിരുന്നു സ്റ്റാൻഡേർഡ് 40 ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ്. സോ ആസ് പെർ IAS 40 ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി പ്രകാരം നമുക്കറിയാം മെയിൻലി 2 മെത്തേഡ് ഓഫ് വാലുവേഷൻ ആണുള്ളത്. ഏതൊക്കെയായിരുന്നു? പേ വാല്യൂ, കോസ്റ്റ് മെത്തേഡും. കമ്പനി എന്താ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞത്? പേ വാല്യൂ മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ ഫേ വാല്യൂ മോഡലിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടെ അഡീഷണൽ ട്രീറ്റ്മെന്റ്സ് കൺസിഡർ ചെയ്യുക? എന്തൊക്കെയായിരുന്നു? കൺസിസ്റ്റന്റ് ആണോ നോക്കുക, കൺസിസ്റ്റന്റ് ആണോ നോക്കണം. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്തായിരുന്നു? Fair value gain ഫേ or വാല്യൂ loss. ഗെയിൻ ഓർ ലോസസ് എവിടെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? SOP റെക്കഗ്നൈസ് ചെയ്യണം. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയുടെ മേലെ നമ്മൾ എന്ത് ചെയ്യില്ല? ഡിപ്രിസിയേഷൻ. അപ്പൊ ഇവര് നമ്മളോട് പറഞ്ഞ ഏത് മോഡലാണെന്നാണ്? ഫേ വാല്യൂ മോഡലാണെന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പം നമുക്കറിയാം പ്രയർ ഇയറിൽ കമ്പനിയുടെ ഫേ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി എത്രയായിരുന്നു? 7.5 million ആയിരുന്നു. കറണ്ട് ഇയർ വന്നു കഴിഞ്ഞപ്പോൾ അത് എത്രയായി? 10 million ആയി. 10 million ആയി. സോ വിച്ച് മീൻസ് ദാറ്റ് അവിടെ എത്ര ഇൻക്രീസ് ആണ് വന്നേക്കുന്നത്? 2.5 million. There is an increase of 2.5 million during the current year period. And ഈ 2.5 million എന്ന് പറയുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? It should be recognized within the company's P&L. P&L-ന്റെ അകത്ത് ഈ 2.5 million എന്ന് പറയുന്ന എമൗണ്ട് അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ? 2 million recognize ചെയ്യില്ല. 2 million റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ? എവിടെയാ? റെന്റൽ ഇൻകം. റെന്റൽ ഇൻകം അല്ലല്ലോ നമ്മൾ കാണിക്കേണ്ട ഗെയിൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി അല്ല. ഗെയിൻ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി 1 million is recognized. yes OCI This is 200,000. yes In OCI. കമ്പനി 2.5 million ഇൻക്രീസ് കാണിക്കേണ്ട സ്ഥലത്ത് അവർ എത്രയാ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചേക്കുന്നത്? 1 million have been included within the OCI. OCI-ക്കകത്താണോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ എമൗണ്ട് കാണിക്കേണ്ടത്? P&L-ലാണ് എമൗണ്ട് ഓഫ് 2.5 million കാണിക്കേണ്ടത്. പക്ഷെ P&L എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? നോ, നത്തിങ്. സോ ദേ ഹാവ് ഇൻക്ലൂഡഡ് വിത്തിൻ ദ OCI ഓഫ് 1 million. അപ്പം ബാക്കി എമൗണ്ട് എന്തായിരിക്കും? Omitted or ഈതർ എമൗണ്ട് ഒമിറ്റഡ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിലോ they can be chances are എമൗണ്ട് അവർ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ടാവും? വേറെ ഏതെങ്കിലും എമൗണ്ട്സിൽ കൊണ്ട് കാണിച്ചിട്ടുണ്ടാവും. എനിവേ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തായിട്ടുണ്ടാവും? മിസ്റ്റേറ്റഡ് ആയിട്ടുണ്ടാവും. ശരിയല്ലേ? ഓക്കെ, സോ അതാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് മിസ്റ്റേറ്റഡ് ആയി എന്നുള്ള കാര്യം വേണം നമ്മളവിടെ പറയാനായിട്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഓൺ വേർഡ്സിൽ തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങൾ ആദ്യമേ സിനാരിയോയിൽ ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾ പറയണം കമ്പനി ആ 2.5 million മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യം ആദ്യമേ പറയണം. എന്നിട്ട് എന്ത് പറയാം? ആസ് പെർ IAS 40 ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി, the company should either recognize the amount on fair value basis or on cost method. And since the company have selected the fair value model, the gain or loss on fair value should be recognized in the statement of P&L for the current year period. However, the company have got an increase in fair value by 2.5 million, but the amount of 1 million have been included within the OCI instead of including the gain on investment property revaluation within the P&L of the company. But 1.5 million relating to the same revaluation gain is either omitted from the company's financial statements or it might be misclassified into other accounts. So the 2.5 million misstatement is material to the company's financial statements and the company's profit is understated by the same amount. Clear ayo? Sir, should the materiality be calculated on 1.5 million or 2.5 million? Yeah, we have to consider the materiality on the basis of the total 2.5 million because literally the total 2.5 million is misstated here, right? Yeah. Because even though they have included the amount of 1 million within the OCI, still it's a misclassification in the company's accounts. So it should be included as part of the profit. And since it's omitted from the profit, the total amount of 2.5 million is misstated here. Okay, sir. Thank you. Yeah. So, പിന്നെ കൺസിസ്റ്റന്റ് ആണെന്നുള്ള കാര്യം നമുക്ക് വേറെ റിസ്ക് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. sorry? ഈ കൺസിസ്റ്റന്റ് ആവണം എന്നുള്ള കാര്യം കൺസിസ്റ്റന്റ് ആവണം എന്നുള്ളതെല്ലാം ക്രൈറ്റീരിയ അല്ലേ?
ഓക്കെ, അപ്പൊ ക്രൈറ്റീരിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇനീഷ്യൽ റെക്കഗ്നീഷന്റെ കേസ് പറയുന്ന സമയത്ത് മാത്രം നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞാൽ മതി. അത് നമ്മൾ ആദ്യം പറഞ്ഞ് എന്താണോ സിനാരിയോ ഡിമാൻഡ് ചെയ്യുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതി. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരുപാട് മാർക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആദ്യം നിങ്ങൾ സിനാരിയോയിൽ എന്താണ് പറഞ്ഞേക്കുന്നുള്ള കാര്യം വായിച്ചു നോക്കുക. സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഡയറക്റ്റ്ലി എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമായിട്ട് ലിങ്ക് ചെയ്യാൻ നോക്കുക. ക്ലിയർ ആയോ? അപ്പം ഇത് എപ്പോഴാ ചെയ്തു പോകേണ്ടത്? ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ, ആദ്യമേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ സിനാരിയോ ആയിട്ട് കറസ്പോണ്ടിംഗ്ലി നോക്കി ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണോ നമ്മുടെ FSന്റെ അത് വരാനുള്ളത് അത് അപ്പോൾ ക്രോസ് ചെക്ക് ചെയ്ത് പോവാം. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാം. കുറച്ച് മുന്നേ നമ്മൾ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തില്ലേ? സെയിം as that നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാം. റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിസ്ക് കണ്ടുപിടിക്കാം. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ SOFP സ്റ്റാർട്ട് ചെയ്യുക. കമ്പനിയുടെ SOFP എടുത്തിട്ട് കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും തമ്മിൽ കമ്പാരിസൺസ് നടത്തണം. എന്നിട്ട് ഈ കറണ്ട് ഇയർ ആൻഡ് പ്രീവിയസ് ഇയറിന്റെ എന്തെങ്കിലും ആഫ്റ്റർ ഇഫക്ട്സ് കമ്പനിയുടെ P&L വരാനുണ്ടെങ്കിൽ അതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. കമ്പനിയുടെ PPE കറണ്ട് ഇയറിൽ 45,000 ആണ്, പ്രീവിയസ് ഇയറും 45,000 ആണ്. നോർമലി ഒരു കമ്പനിയുടെ PPയുടെ എമൗണ്ട് സെയിം ആവാറുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെ അൺയൂഷ്വൽ വേരിയൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ഒരു കമ്പനിയുടെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, അവിടെ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് സെയിം ആവാറില്ല എന്ന്? നോർമലി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിന്റെ കേസിൽ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? എക്സെപ്റ്റ് ലാൻഡ്, എല്ലാത്തിന്റെയും കേസിൽ മാൻഡേറ്ററി ആയിട്ടും as per IAS 16 property plant and equipment, the company should have provided depreciation on the basis of its estimated remaining useful life. അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് എന്തായിരിക്കും? അവര് ഡിപ്രിസിയേഷൻ അപ്രോപ്രിയറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് എന്തായിരിക്കും? ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. PPയുടെ എമൗണ്ടോ ഓവർ സ്റ്റേറ്റഡ് ആയിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയുടെ കേസ് നമ്മൾ പറഞ്ഞു. ദെൻ കമ്പനി ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് കോസ്റ്റിലാണ് റെക്കഗ്നൈസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. കറണ്ട് ഇയറിലും പ്രീവിയസ് ഇയറിലും എമൗണ്ട് ഈസ് സെയിം 8,000 തന്നെയാണ്. അങ്ങനെയാണ് അവിടെ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? നമുക്ക് എന്ത് പറയാം? കമ്പനി മൈ നോട്ട് ഹാവ് ടേക്കൺ അമോർട്ടൈസേഷൻ ഓവർ ദി ഇയേഴ്സ്, അത് നമുക്ക് പറയാം. പക്ഷെ സിനാരിയോ നിങ്ങൾ പ്രോപ്പർലി നോക്കി നോക്കുക. അമോർട്ടൈസേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവരെന്തെങ്കിലുമൊക്കെ ജഡ്ജ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ടാവാം. ആൻഡ് ഇൻ കേസ് എങ്ങാനും കമ്പനിയുടെ അമോർട്ടൈസേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ബ്രാൻഡ് നെയിമിന്റെ കേസിലും ഗുഡ് വില്ലിന്റെ കേസിലും നിങ്ങൾ എപ്പോഴും അഡീഷണലി കൺസിഡർ ചെയ്യേണ്ട ഫാക്ടറാണ് പോസിബിലിറ്റി ഓഫ് ഇമ്പയർമെന്റ്. ഓക്കെ, അത് എപ്പോഴും ഓർത്ത് വെക്കുക. നിങ്ങളുടെ സിനാരിയോയ്ക്കകത്ത് ഇമ്പയർമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. ബ്രാൻഡ് നെയിമിന്റെ കേസിലും ഗുഡ് വില്ലിന്റെ കേസിലും ഇമ്പയർമെന്റിന്റെ ഇമ്പാക്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി ഇൻവെന്ററിയുടെ കേസ്, റിസീവബിൾസിന്റെ കേസ്, ക്യാഷിന്റെ കേസ്, ഈ മൂന്ന് സിറ്റുവേഷനും നമ്മൾ എപ്പോഴും നമ്മുടെ റേഷ്യോ കാൽക്കുലേഷനകത്ത് കവർ ആവും. അതായത് നമ്മൾ കറണ്ട് റേഷ്യോസും ക്വിക്ക് റേഷ്യോസും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന്റെ പാർട്ടായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇനി ഷെയർ ക്യാപിറ്റൽ, നിങ്ങൾ അവിടെ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് കമ്പനി കറണ്ട് ഇയർ ന്യൂലി ലിസ്റ്റഡ് ആയി പുതിയ ഷെയർ ഇഷ്യൂ നടത്തി എന്നൊക്കെ പറയുന്നുണ്ടാവും. അതായത് സിനാരിയോയ്ക്കകത്ത് എവിടെയെങ്കിലും കമ്പനി ഷെയർ ഇഷ്യൂ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവിടെ എന്തിനുള്ള പോസിബിലിറ്റി കൺസിഡർ ചെയ്യുക? ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഷെയർ പ്രീമിയത്തിന്റെ സ്പ്ലിറ്റിന്റെ കാര്യം. നമുക്കറിയാം നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് മാത്രമാണ് നമുക്ക് എവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക. എനി എമൗണ്ട് ഓഫ് പ്രീമിയം ഷുഡ് ബി ഇൻക്ലൂഡഡ് ആസ് പാർട്ട് ഓഫ് ദി ഷെയർ പ്രീമിയം അക്കൗണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയതായിട്ട് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് നടത്തിയെന്ന് അവർ പറയാണ്. എന്നിട്ട് ഷെയർ ക്യാപിറ്റലിനകത്ത് ആ ഇൻക്രീസ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പോസിബിലിറ്റി പറയാം? എന്താണെങ്കിലും ഒരു ന്യൂലി ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ നോമിനൽ വാല്യൂവിന് തന്നെ ഷെയർസ് ഇഷ്യൂ ചെയ്യുവോ? ഇല്ല. എനിവേ ദേ വിൽ ബി ഇഷ്യൂയിങ് അറ്റ് ദ മാർക്കറ്റ് പ്രൈസ്. ശരിയല്ലേ? അപ്പം മാർക്കറ്റ് വാല്യൂവിനാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഷെയർ ഇഷ്യൂ മാർക്കറ്റ് വാല്യൂ ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ബിറ്റ്വീൻ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഷെയർ അത് അപ്രോപ്രിയറ്റ്ലി ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് റീറ്റേൺ ഏർണിങ്സ്. റീറ്റേൺ ഏർണിങ്സിന്റെ കേസ് എന്തുകൊണ്ടാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ദ തിങ് ഈസ് വെരി സിമ്പിൾ. അതായത് റീറ്റേൺ ഏർണിങ്സ് എന്ന് പറയുന്ന സമയത്ത്
നിങ്ങൾ ആ റീറ്റേൺ ഏർണിങ്സ് വന്നേക്കുന്ന ഡിഫറൻസ് എത്രയാന്ന് നോക്കുക. ഇവിടുത്തെ റീറ്റേൺ ഏർണിങ്സ് വന്നേക്കുന്ന ഡിഫറൻസ് എത്രയാ? 9,400. 9,400 ആണ് റീറ്റേൺ ഏർണിങ്സ് വന്നേക്കുന്ന ഡിഫറൻസ്. നമ്മൾ നേരത്തെ ഈ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്ന എമൗണ്ട് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് എത്രയാ? 9,700 ആണ് കമ്പനിയുടെ ടോട്ടൽ പ്രോഫിറ്റ് വന്നേക്കുന്നത്. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് രണ്ടിടത്തേക്കേ പോവുള്ളൂ. ഇത് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ റീറ്റെയിൻഡ് ഇൻ ദ കമ്പനി. ഇവിടെ റീറ്റേൺ അയക്കുന്നത് 9,400 ആണ്. Or there can be chances that this amount should be provided as part of the dividend. ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവണം ബാക്കി എമൗണ്ട്. അല്ലാണ്ട് കമ്പനി ഈ എമൗണ്ട് ലീക്ക് ആവാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇല്ലല്ലോ. ഒന്നെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള എമൗണ്ട് റീറ്റേൺ ഏർണിങ്സിൽ പോകണം, അല്ലെങ്കിൽ അവിടെ പോകണം ഡിവിഡൻഡിൽ പോകണം. റീറ്റേൺ ഏർണിങ്സിൽ 9,400 വന്നിട്ടുള്ളൂ, വിച്ച് മീൻസ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ there's a difference of 300. അങ്ങനെയാണ് 300 ഡിഫറൻസ് ഡെഫിനറ്റ്ലി എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? They might have paid it as part of the dividend. അങ്ങനെയാണ് നിങ്ങൾക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു റിസ്ക് ആണ്. ഇൻ കേസ് നിങ്ങൾ ഇങ്ങനെ പറയാ, ദ കമ്പനി ഹാവ് റെക്കഗ്നൈസ് ദ കറന്റ് ഇയർ റവന്യൂ ഓഫ് 9,700 ഫോർ ദ ഇയർ എൻഡ്. However, as part of the increase in the retained earnings, the amount reflected is only 9,400. Therefore, there can be chances that the company might have provided a dividend payout of 300 million, which have to be adequately be disclosed in the company's financial statements. However, there can be chances that the company might not provide adequate amount of disclosures, leading to material mistakes in the disclosures of the company's financial statements. Clear ആയോ? അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ ഏത് സിറ്റുവേഷൻ നമ്മളിത് പറയുന്നത്? കമ്പനിയുടെ ഡിവിഡൻഡ് ഏതെങ്കിലും കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണുന്ന സമയത്ത്. അപ്പൊ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ റീറ്റേണിങ്സ് വന്നേക്കുന്ന ഡിഫറൻസ് നോക്കുക, അപ്രോപ്രിയറ്റ്ലി പറയാം. യെസ് പ്ലീസ്. Should we calculate materiality for this also? Not really. So since you are talking about the mistakes in the company's disclosures, it is not required to do that. Okay. Not just for this, you can just give a common heading called analytical procedures at the beginning of the comparisons, and after giving the common heading analytical procedures, you can include all these sort of points one by one over there. Okay. Okay, sir. Then in addition to that, is there anything missing here? So since it's a parent company which only owns subsidiaries, something is not required. On the other hand, if we are having a subsidiary company with 90% of investment in the subsidiary, do we need to include in additionally NCI? So suppose consider that നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും കമ്പനി പാർഷ്യലി ഓൺഡ് സബ്സിഡറിനെ കറണ്ട് ഇയറിൽ വാങ്ങിച്ചു എന്ന്. സോ ഏതെങ്കിലും കമ്പനി പാർഷ്യലി ഓൺഡ് ആയിട്ടുള്ള സബ്സിഡറിനെ കറണ്ട് ഇയറിൽ വാങ്ങി എന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രോബ്ലം എന്തായിരിക്കും? NCIയുടെ എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഫുള്ളി ഓൺ ചെയ്യാത്തൊരു സബ്സിഡറിനെ കറണ്ട് ഇയറിൽ അക്വിസിഷൻ നടത്തി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ നേരെ പോയിട്ട് ഇക്വിറ്റി സെഷൻ നോക്കുക, NCIയുടെ എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോന്ന്. ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ ട്രീറ്റ് ഇറ്റ് ആസ് എ മിസ്റ്റേക്ക് ഇൻ ദ കമ്പനീസ് ഫിനാൻഷ്യൽസ്. ക്ലിയർ ആയോ? Yes, sir. Yes. Then next one is relating to the bank loan. കമ്പനി ബാങ്ക് ലോൺ എടുത്തതിനെ കുറിച്ച് എന്തെങ്കിലും സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. കറണ്ട് ഇയറിൽ അവർ ബാങ്ക് ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഐ മീൻ ആസ് പെർ ദ FS എടുത്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. നിങ്ങൾ സെയിം as that സിനാരിയോ വായിച്ച് നോക്കുമ്പോൾ നോക്കണം ബാങ്ക് ലോൺ എന്തെങ്കിലും എടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ടോന്ന്. അപ്പൊ കമ്പനി ബാങ്ക് ലോൺ എടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് പറയാം ഇവിടെ ആ ബാങ്ക് ലോൺ ഇൻക്രീസ് വന്നിട്ടില്ല എന്നുള്ളത്. മനസ്സിലായോ? ഓക്കെ. അതേപോലെ തന്നെ വേറൊരു കാര്യം, കമ്പനി ഇപ്പം ബാങ്ക് ലോൺ എടുത്തു. ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാങ്ക് ലോണിന്റെ അകത്ത് ആ എമൗണ്ട് ഓഫ് ഇൻക്രീസ് വരണം. സെയിം as that എമൗണ്ട് ഓഫ് ഇൻക്രീസ് എവിടെയും വരുന്നുണ്ടാവണം? ഫിനാൻസ് കോസ്റ്റിന്റെ അകത്തും വരുന്നുണ്ടാവണം. അപ്പൊ ഫിനാൻസ് കോസ്റ്റിന്റെ അകത്ത് വന്നിട്ടുണ്ടോ നോക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കറണ്ട് ഇയറും പ്രീവിയസ് ഇയറിലും ഫിനാൻസ് കോസ്റ്റ് സെയിം തന്നെയാണ്. നമുക്ക് ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ബിക്കോസ് കറണ്ട് ഇയർ ആൻഡ് പ്രീവിയസ് ഇയറിന്റെ ലോൺ എമൗണ്ടും സെയിം തന്നെയാണ്. അപ്പൊ ലോൺ എമൗണ്ട് കൂടിയാൽ കൂടിയിട്ടുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ മിസ്റ്റേക്ക് ആയിട്ട് പറയാം. കുറഞ്ഞാൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ മിസ്റ്റേക്ക് ആയിട്ട് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. അതേപോലെ തന്നെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണേ, കമ്പനി ഹാവ് ടേക്കൺ എ ന്യൂ ലോൺ എന്ന് പറയുമ്പോൾ യു മസ്റ്റ് ഓൾവേസ് കൺസിഡർ ദ പേർപ്പസ് ഓഫ് ദാറ്റ് ലോൺ. കമ്പനി ഇപ്പൊ പുതിയ ലോൺ എടുക്കുന്നത് ഏതെങ്കിലും ഒരു അസറ്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ടാണെന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. So if a company is taking a loan for the purpose of constructing an asset,
അങ്ങനെയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും സ്പെസിഫിക്കലി വരുന്നുണ്ടോ അവിടെ? ബോറോയിങ് കോസ്റ്റ് ബോറോയിങ് കോസ്റ്റ് IAS 23 ബോറോയിങ് കോസ്റ്റ് അവിടെ വരും. ശരിയല്ലേ? അപ്പം അവിടെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറയണം? ആസ് പെർ IAS 23 ബോറോയിങ് കോസ്റ്റ് പ്രകാരം നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് പഠിച്ചിട്ടുള്ളത്? ഫിനാൻസ് കോസ്റ്റ് Finance cost taken in relation to the the finance cost in relation to the qualifying asset can be capitalized over the period of construction of that particular qualifying asset. അപ്പൊ നിങ്ങളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ നിങ്ങൾക്ക് ഇൻ കേസ് എങ്ങാനും ബാങ്ക് ലോൺ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസ് ഇൻ ഫിനാൻസ് കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് പറയാം? അവർ അപ്രോപ്രിയറ്റ്ലി ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല, അവർ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഫിനാൻസ് കോസ്റ്റിനകത്ത് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള പറയാം. ക്ലിയർ ആയോ മക്കളെ? പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയരുത് കേട്ടോ. അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആദ്യം തന്നെ റിസ്ക് ആയിട്ട് പറഞ്ഞു കമ്പനി പുതിയ ലോൺ എടുത്തു, ക്വാളിഫയിങ് അസറ്റ് ആയിട്ടാണ് കാണിച്ചത്. ആ ക്വാളിഫയിങ് അസറ്റ് ആയിട്ടാണ് കാണിച്ചതെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഫിനാൻസ് കോസ്റ്റിന്റെ അകത്ത് വരാൻ പാടില്ല, ഇവിടെ വരണം എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു. തൊട്ട് താഴെ തന്നെ നിങ്ങൾ വീണ്ടും റിസ്ക് എഴുതുവാണ്, പുതിയതായിട്ട് കമ്പനി ലോൺ എടുത്തു, ആ ലോണിന്റെ എമൗണ്ട് ഫിനാൻസ് കോസ്റ്റിനകത്ത് വരണം, അത് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും പറയരുത്. മനസ്സിലായോ? ഓക്കെ, അതാ പറഞ്ഞ്. അതായത് ഇപ്പൊ ലോൺ എടുത്തേക്കുന്ന പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ക്വാളിഫയിങ് അസറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് റിസ്ക് പറഞ്ഞാൽ മതി? ക്വാളിഫയിങ് അസറ്റിന്റെ റിസ്ക് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ അത് ഫിനാൻസ് കോസ്റ്റിനകത്ത് വരണം എന്നുള്ള പറയരുത്, കാരണം അത് റോങ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. മനസ്സിലായോ? ഇനി ട്രേഡ് പേയബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമലി എന്തിനു വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും? റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. ടാക്സ് പേയബിളും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. നോർമൽ കേസിൽ നിങ്ങൾക്ക് ടാക്സ് പേയബിൾ യൂസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഇൻകം ടാക്സ് എക്സ്പെൻസിന് ഇവാലുവേറ്റ് ചെയ്യാം. അതപ്പോൾ ടാക്സ് എക്സ്പെൻസിനെ കുറിച്ച് എന്തെങ്കിലും സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ അപ്രോപ്രിയറ്റ്ലി ചെയ്താൽ മതി. എസ്പെഷ്യലി ഡെഫേർഡ് ടാക്സിന് എമൗണ്ട് ഒക്കെ തന്നിട്ടുണ്ടാവും, അവർ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ട്രീറ്റ്മെന്റും പറഞ്ഞിട്ടുണ്ടാവും, അത് നോക്കുക. ഇനി SOFP അങ്ങനെ P&L മൊത്തം ലിങ്ക് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. SOFP ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരിക, SOTL വരിക. നിങ്ങൾക്ക് അവിടെ നോക്കാൻ പറ്റുന്നത് റവന്യൂവും കോസ്റ്റ് ഓഫ് സെയിൽസും തമ്മിലുള്ള മൂവ്മെന്റ് നോക്കാം. റവന്യൂ എത്ര പെർസെന്റേജ് ആണ് കമ്പയർഡ് വിത്ത് പ്രയർ ഇയർ ഇൻക്രീസ് ചെയ്യുന്നത് നോക്കുക. സെയിം as that കോസ്റ്റ് ഓഫ് സെയിൽസും എത്ര പെർസെന്റേജ് ആണ് കൂടിയേക്കുന്നത് നോക്കുക. നമുക്കറിയാം നോർമലി പറയുകയാണെങ്കിൽ റവന്യൂവിന്റെയും കോസ്റ്റ് ഓഫ് സെയിൽസിന്റെയും മൂവ്മെന്റ് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷനേറ്റ്. ശരിയല്ലേ? അതായത് റവന്യൂ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടണം? കോസ്റ്റ് ഓഫ് സെയിൽസ് കൂടണം. ഇൻ കേസ് എങ്ങാനും നിങ്ങളുടെ സിനാരിയോയ്ക്കകത്ത് റവന്യൂ ഭയങ്കരമായിട്ടും കൂടി, കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പോസിബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് ഉണ്ടോ? Either there can be chances that revenue എന്തായിരിക്കാം? Overstated ആയിരിക്കാം, കോസ്റ്റ് ഓഫ് സെയിൽസ് എന്തായിരിക്കാം? Understated ആയിരിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രെൻഡ് ഇല്ലേ, അതായത് as compared with the prior year എത്ര പെർസെന്റേജ് കറണ്ട് ഇയർ കൂടി എന്നുള്ള ട്രെൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യൂലേ? അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണെങ്കിലും കമ്പയർഡ് വിത്ത് പ്രയർ ഇയർ എത്ര പെർസെന്റേജ് കൂടിയെന്ന് നിങ്ങൾ ഓരോ ട്രെൻഡും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹാഫ് മാർക്ക് വെച്ച് കിട്ടും. മനസ്സിലായോ? അതായത് ട്രെൻഡ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, അഡീഷൻ ഹാഫ് മാർക്ക് ഫോർ ഈച്ച് റെലവൻറ്റ് ട്രെൻഡ്. അതുപോലെ തന്നെ റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കമ്പ്യൂട്ടേഷൻസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. മാക്സിമം അപ് ടു 3 മാർക്സ് ആയിരിക്കും കിട്ടുക. ആ 3 മാർക്സ് എന്ന് പറയുന്നത് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും കൂടെ വേണ്ടിയിട്ട് കിട്ടുന്ന മാർക്കാണ്. അപ്പോൾ മാക്സിമം കമ്പ്യൂട്ടേഷൻ എപ്പോഴും ചെയ്യാൻ നോക്കണം, കാരണം അതിന് വേണ്ടിയിട്ട് ഹാഫ് മാർക്ക് ഈച്ച് നമുക്ക് കിട്ടാനുള്ളതാണ്. അപ്പം മെറ്റീരിയാലിറ്റിക്ക് 4 മാർക്കും പിന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിന് 5 മാർക്കും അല്ലായിരുന്നോ? മെറ്റീരിയാലിറ്റിക്ക് അതെ, മൊത്തത്തില് 4 മാർക്ക് അങ്ങനത്തെ രീതിയിൽ മെറ്റീരിയാലിറ്റി കാൽക്കുലേഷനിലും പിന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സിനും 5 മാർക്കും അല്ലായിരുന്നോ? നമുക്ക് നേരത്തെ അങ്ങനെയായിരുന്നു. ഇപ്പം നമുക്ക് വരുന്നത് 2 മാർക്ക് എന്ന് പറയുന്ന മെറ്റീരിയാലിറ്റിയുടെ കമ്പ്യൂട്ടേഷൻ, ഫുൾ കമ്പ്യൂട്ടേഷനും പിന്നെ മെറ്റീരിയാലിറ്റി ബെഞ്ച് മാർക്ക് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യില്ലേ, അതിന് 1 മാർക്ക്. അങ്ങനെ 3 മാർക്കാണ് ഇൻ ടോട്ടൽ മെറ്റീരിയാലിറ്റിയുടെ കമ്പ്യൂട്ടേഷൻ വേണ്ടി വരുന്നത് മാക്സിമം. 4 മെറ്റീരിയാലിറ്റിന്റെ മാത്രം എഴുതിയാൽ മതി അല്ലേ? അപ്പൊ 4 റിസ്കിൽ മെറ്റീരിയാലിറ്റി കാര്യം പറയണമെങ്കിൽ 4 റിസ്കിന്റെ മെറ്റീരിയാലിറ്റി മാത്രം എഴുതിയാൽ മതി അല്ലേ? അല്ല, അങ്ങനെയല്ല. അതായത് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല, നമുക്ക് മെറ്റീരിയാലിറ്റിക്ക് കോമൺ കമ്പ്യൂട്ടേഷൻ അല്ലേ, നമ്മൾ ആദ്യം തന്നെ മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്യല്ലേ ചെയ്യുക കോമൺ ആയിട്ട്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കഴിഞ്ഞ ഉടനെ ആ മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്ത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നതിനാണ് 3 മാർക്ക് കിട്ടുക. മനസ്സിലായോ? പിന്നീട് മെറ്റീരിയാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതിന് പ്രൊഫഷണൽ മാർക്കാണ് കിട്ടുക. ഓക്കെ, നേരത്തെ വന്ന ചേഞ്ച് ആട്ടോ അത്. സാർ ഓൾറെഡി മെറ്റീരിയാലിറ്റി ബെഞ്ച് മാർക്കാണ് ഇൻട്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തത്.
പിന്നീട് എന്തെങ്കിലും മിസ്റ്റേക്കിന് ഓഡിറ്റ് ഇത്ര പെർസെന്റേജ് ആണ് അവിടെ മെറ്റീരിയൽ ആണ് പറയണോ അല്ലെങ്കിൽ അത് പറയണം. ഓരോ പ്രാവശ്യം നമ്മൾ പറയണം ആ മിസ്റ്റേക്ക് മെറ്റീരിയൽ ആണോ അല്ലയോ എന്ന്. അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അത് ഇത് കഴിഞ്ഞിട്ട് ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. Sir, Yes, please. Apart from this trend calculation, should we include the analytical procedures in all the audit risk question, or only when it's asked in the question? You will be getting a common requirement. Normally, they will not ask you to specifically calculate the ratios. They will just give a common requirement on to utilize the analytical procedures for identifying the relevant audit risk. So, as part of the analytical procedure, you can do both the trend analysis as well as the ratio calculation. And for all those computation together, you will be getting up to 3 marks. Okay. Sir. Yeah. So, if it is not mentioned, it's not. Sorry? So, if it is not mentioned in the question, we don't have to calculate it? You mean the analytical procedures, right? Yes, sir. So in case if they are specifically asking you to calculate the analytical procedures, then you can go for the ratio computation as well as the trend analysis. However, on the other hand, if they are not giving you a scenario as well as the requirement for calculating the analytical procedures, it is not required. But still, if you calculate any of the trend, you will be getting additional marks on that. Okay, sir. Thank Again, you. the same point, you'll be getting half mark each for trend analysis for maximum up to 3 marks. Okay. Okay, sir. Fine. So, revenue analysis. Revenue കൂടുക, കോസ്റ്റ് ഓഫ് സെയിൽസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അപ്രോപ്രിയറ്റ്ലി എഴുതുക. അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് പ്രൊഫഷണൽ മാർക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൊഫഷണൽ മാർക്ക് കിട്ടാനായിട്ടുള്ള അടുത്തൊരു ഓപ്ഷനാണ്. സോ നിങ്ങൾ ഈ പ്രൊഫഷണൽ മാർക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പല തരത്തിലുള്ള ജഡ്ജ്മെന്റ്സ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ മാർക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ മാനേജ്മെന്റ് ബയസ് ആവാനുള്ള കേസസ് ഒക്കെ ഇല്ലേ, മാനേജ്മെന്റ് ബയസ് ആവാനുള്ള കേസസ് ഒക്കെ സിനാരിയോനെ ബേസ് ചെയ്ത് നിങ്ങൾ പല എക്സാമ്പിൾസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ, ഇഫക്റ്റീവ് എക്സാമ്പിൾസ് ഓർ കാൽക്കുലേഷൻ ഫ്രം ദ സിനാരിയോ ടു ഇല്ലുസ്ട്രേറ്റ് പോയിന്റ്സ് ഓഫ് റെക്കമെൻഡേഷൻ. നിങ്ങൾ എന്തെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസത്തിന് മാർക്ക് കിട്ടും, അക്യുമെന്റ് മാർക്കും കിട്ടും. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്തു, റവന്യൂ കൂടി, കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞു എന്ന് പറഞ്ഞു. സിനാരിയോയ്ക്ക് അത് പറയുന്നുണ്ട് കമ്പനി ബോണസ് കൊടുക്കാൻ പോകുന്ന റവന്യൂവിന്റെ ബേസിസിലാണ്. സോ ഇത് രണ്ടും കൂടെ നിങ്ങൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പറയാം, ദ കമ്പനീസ് റവന്യൂ ഹാസ് ബീൻ ഇൻക്രീസ് ബൈ 3%, maybe 16% as compared with that of the prior year. However, the cost of sales have been decreased by 2%. Therefore, there can be chances that the company's revenue might have been overstated. In addition to which, the company during the current year have introduced a bonus payment in relation to revenue for the directors. So there can be chances that the directors might be intentionally be motivated to overstate the amount of revenue to get higher amount of payouts for them. So which might represent a management bias leading to high amount of material mistakes in the company's financial statements. ഇത് പറയുന്നതിനാണ് നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ അക്യുമിനും അതുപോലെ തന്നെ പ്രൊഫഷണൽ ജഡ്ജ്മെന്റിനും മാർക്ക് കിട്ടുക. അവിടെ ആ ഒരു പ്രൊഫഷണൽ മാർക്ക് കിട്ടുകയും അവിടെ ആ പ്രൊഫഷണൽ മാർക്ക് കിട്ടുകയും ചെയ്യും. ഇൻ അഡീഷൻ ടു ദാറ്റ് ആ ട്രെൻഡ് അനാലിസിസിന് ഹാഫ് മാർക്കും കിട്ടും, റിസ്കിന്റെ 1 മാർക്കും കിട്ടും. അങ്ങനെയാണ് അവിടെ മാർക്കിംഗ് വരിക. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. അപ്പൊ മാക്സിമം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ ലിസ്റ്റ് ഡൗൺ ചെയ്യാം പ്രൊഫഷണൽ മാർക്ക് ഗെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളത്. മെയിൻലി ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആദ്യമേ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞു, whenever you do the materiality computation, materiality റിലേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മെറ്റീരിയാലിറ്റിയുടെ ബെഞ്ച് മാർക്സ് യൂസ് ചെയ്യുക. ദെൻ ഓഡിറ്റ് റിസ്ക് പറയുന്ന സമയത്ത് സിനാരിയോ വിത്ത് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് വെച്ച് പറയാം. മാക്സിമം സിനാരിയോ ലിങ്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബ്രീഫിംഗ് നോട്ടിന്റെ ഫോമാറ്റ് ഫോളോ ചെയ്യുക, ഹെഡിങ്സ് പ്രോപ്പർലി സ്പെസിഫൈ ചെയ്യുക, മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവണം. അതേപോലെ തന്നെ റേഷ്യോസ് അല്ലെ ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് ട്രെൻഡ് നിങ്ങളുടെ സിനാരിയോ ആയിട്ട് ലിങ്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾക്കാണ് മെയിൻലി നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ. ടു ബി ഫ്രാങ്ക്, നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാനുണ്ടോ? ഇല്ല. നമ്മൾ എന്തൊക്കെയാണോ സാധാരണ ചെയ്യേണ്ടത് അത് തന്നെ പ്രോപ്പർലി ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ. സോ നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ് വരെ നമ്മൾ വന്നു. ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും അതുപോലെ തന്നെ PBT അല്ലെ പ്രോഫിറ്റ് ഫോർ ദി ഇയറും നമ്മൾ പറഞ്ഞു. GP മാർജിനും OP മാർജിനും കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് മൂവ്മെന്റ് ആണെന്നുള്ള ട്രെൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. റെന്റൽ ഇൻകത്തിനെ കുറിച്ച് സിനാരിയോയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം.
സെയിം ആസ് ദാറ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും അങ്ങനെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫിനാൻസ് കോസ്റ്റിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ടാക്സ് എക്സ്പെൻസിന്റെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് മൂവ്മെന്റ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുക. ആ മൂവ്മെന്റ് കൺസിഡർ ചെയ്തിട്ട് വേണം അക്കോർഡിംഗ്ലി എഴുതാൻ. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. അപ്പോൾ Yes, sir. ടാക്സ് ഡിവൈഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ചെയ്യുക, കറണ്ട് ഇയർലെയും പ്രീവിയസ് ഇയർലെയും. എന്നിട്ട് ഇപ്പം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ടാക്സ് ആയിട്ട് ഇവർ പേ ചെയ്തേക്കുന്ന മേ ബി 20%. ഇവിടെ ടാക്സ് ആയിട്ട് പേ ചെയ്തേക്കുന്ന 18%. അങ്ങനെയാണെങ്കിൽ ഈ ടാക്സ് കമ്പ്യൂട്ട് ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആയിരിക്കുമോ? ചിലപ്പം ഓൺ ദി ബേസിസ് ഓഫ് യുവർ പ്രൈമറി ഇവാലുവേഷൻ ആണോ? അല്ല. കാരണം എന്താ? കമ്പനിയുടെ പ്രോഫിറ്റ് സിഗ്നിഫിക്കൻ്റ്ലി കൂടിയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ടാക്സ് അപ്രോപ്രിയേറ്റ്ലി കൂടിയിട്ടില്ല. ടാക്സിന്റെ എമൗണ്ട് കുറയാണ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ there can be chances that the company might have used inappropriate tax rate for the computation, which might represent understated tax and overstated profit. Clear ആയോ? Yes, sir. ഓക്കെ. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മുടെ 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ്റെ അകത്തെ ഓഡിറ്റ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റും അതേപോലെ തന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും വരുന്നുണ്ടാവുക. ഇസ് എ ക്ലിയർ എവരിവൺ? പക്ക? Yes, sir. Yes, sir. ഓക്കെ, ഫൈൻ. അപ്പം റിസ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. അപ്പം റിസ്കിന്റെ മെറ്റീരിയാലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ലോവർ ലിമിറ്റ് വേണോ അപ്പർ ലിമിറ്റ് വേണോ എന്ന് കൺസിഡർ ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നോക്കേണ്ടത്? ഒന്ന് പറയും എല്ലാവരും. ന്യൂ ക്ലയന്റ് ആണോ നോക്കാം, ന്യൂലി ലിസ്റ്റഡ് ആണോ നോക്കണം, ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് ഉണ്ടോ നോക്കണം, കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ഉണ്ടോ നോക്കണം, മാനേജ്മെന്റ് ബയസ് ഉണ്ടോ നോക്കാം, ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ. Yes, sir. Same as that, when you need to select a particular company on the basis, when you need to categorize the risk on the basis of its significance consider ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? റിസ്ക് ഓഫ് ഫ്രോഡ് ഉണ്ടോ നോക്കുക, ഇക്കണോമിക് അക്കൗണ്ടിങ് ഓർ അതർ ഡെവലപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക, സബ്ജക്ട് ഏരിയാസ് ആണെന്നുള്ള കൺസിഡർ ചെയ്യാം, അൺയൂഷ്വൽ ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കണം, റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് കൺസിഡർ ചെയ്യണം, കോംപ്ലക്സിറ്റി ഓഫ് ദി ട്രാൻസാക്ഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു കൺസിഡർ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റീരിയാലിറ്റി കൺസിഡർ ചെയ്യുക, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നോക്കണം, വാട്ട് വെന്റ് റോങ് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് സിനാരിയോനെ ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇമ്പാക്ട് ഓൺ എഫ്എസ് പറയുക. മനസ്സിലായോ? Yes, sir. ഓക്കെ മക്കളെ, ഇനി അഡീഷണലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് നിങ്ങളോട് ചിലപ്പോൾ എക്സാമിനർ പറയുന്നുണ്ടാവുക പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണെന്ന് വെച്ചോ. ഹൗഎവർ നമ്മുടെ ചില മിസ്റ്റേക്സ് P&L-നെയും SOFP-നെയും അഫക്ട് ചെയ്യുന്നതായിരിക്കൂല്ലേ? അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു ഇമ്പയർമെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് കമ്പനി റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇമ്പയർമെന്റ് എക്സ്പെൻസ് എന്ന് പറയുന്ന ആ എമൗണ്ട് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിനെ മാത്രം അഫക്ട് ചെയ്യുന്നതാണോ? അല്ല, നമ്മുടെ SOFP-നെയും അഫക്ട് ചെയ്യുന്നതാണ്. ശരിയല്ലേ? അപ്പോ പ്രോഫിറ്റിനെയും SOFP-നെയും അഫക്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണെന്ന് വെച്ചോ. അങ്ങനെയാണ് വന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പ്രോഫിറ്റിന്റെ ബേസിസിലുള്ള മെറ്റീരിയാലിറ്റി ബെഞ്ച് മാർക്ക് നോക്കണം. അതേപോലെ തന്നെ SOFP-നെ അഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എമൗണ്ട് എടുക്കണം. എന്ന് വെച്ചാൽ ടോട്ടൽ അസറ്റിന്റെ ബേസിസിലും എടുക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇൻ കേസ് എങ്ങാനും എക്സാമിനർ നിങ്ങളോട് പറയുന്നത് ടോട്ടൽ അസറ്റിന്റെ ബേസിസിൽ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഹൗവർ നിങ്ങൾക്ക് തന്നേക്കുന്ന ഒരു പർട്ടിക്കുലർ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസും ആണ്, ടോട്ടൽ അസറ്റിനെ അഫക്ട് ചെയ്യുന്നതുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും P&L ഒരു എലമെന്റിന്റെ ബേസിസിലും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പറയാം ദ എമൗണ്ട് ഓഫ് എക്സ്പെൻസസ് ഇൻ റിലേഷൻ ടു പ്രൊവിഷൻ റെക്കഗ്നൈസ് 3% ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് 10% ഓഫ് ദി ടോട്ടൽ അസറ്റ് ആൻഡ് therefore it is മെറ്റീരിയൽ. എന്നിട്ട് ബാക്കി പറഞ്ഞു പോവുക as usual. ക്ലിയർ ആയോ? Is that clear? Yes, sir. Okay. Yes, please. ഈ പറഞ്ഞത് നമ്മള് മെയിൻ മെറ്റീരിയാലിറ്റി എന്നും പറഞ്ഞ് എഴുതുന്ന ഹെഡിങ്ങിന്റെ താഴെ പറയേണ്ടല്ലോ, ലൈക്ക് ആ ഓഡിറ്റ് റിസ്ക് വരുന്ന സമയത്ത് അവിടെ മാത്രം പറഞ്ഞാൽ മതി. അവിടെ മാത്രം പറഞ്ഞാൽ മതി. അതായത് നമ്മൾ കോമൺ പ്രോഫിറ്റബിലിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതിനെ കുറിച്ചാണോ നമ്മളോട് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് അതിന്റെ ബേസിസിൽ കോമൺ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ നമ്മൾ ഒന്നിനെ കുറിച്ചും പറയേണ്ട. നമ്മൾ ആദ്യമേ പറഞ്ഞ നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന എക്സാമിനർ നമ്മളോട് പറഞ്ഞേക്കുന്ന സജഷന്റെ ബേസിസ് ചൂസ് ചെയ്ത മെറ്റീരിയാലിറ്റിയും അതിന്റെ ജസ്റ്റിഫിക്കേഷനും മാത്രം അവിടെ പറഞ്ഞാൽ മതി. നമ്മൾ പിന്നീട് താഴെ ഓരോ സ്പെസിഫിക് റിസ്ക് എഴുതുമ്പോൾ ആ റിസ്കിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയാൽ മതി. മനസ്സിലായോ? ഇത് ഒരു കാര്യം കൂടെ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഇപ്പൊ ഫോർ എക്സാമ്പിൾ രണ്ടിടത്തും അഫക്ട് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നത് P&L ബേസിസിലാണ് മെറ്റീരിയാലിറ്റി എടുത്തിരിക്കുന്നതെങ്കിൽ
ആ റിസ്ക് ഓൾറെഡി അത് മെറ്റീരിയൽ ആണ് എങ്കിൽ പിന്നെ നമ്മൾ SOFP പറയേണ്ട കാര്യമുണ്ടോ? അതായത് ഇത് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെയും ബേസിസ് മെറ്റീരിയൽ ആണെങ്കിൽ അത് മെറ്റീരിയൽ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. either one of them മെറ്റീരിയൽ ആയാൽ മതി കേട്ടോ. ഓക്കെ യെസ് സാർ ഇപ്പൊ SOFPയുടെ ബേസിസിൽ മെറ്റീരിയാലിറ്റി ചൂസ് ചെയ്യുമ്പോൾ ബെഞ്ച് മാർക്ക് ചൂസ് ചെയ്യുമ്പോൾ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്? വേണ്ട അവിടെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. കാരണം അവിടെ നമ്മൾ ആ എമൗണ്ട് എടുക്കണ്ട, നേരെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് ലോവർ ലിമിറ്റിനേക്കാളും ഹയർ ആണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ആയിട്ട് തന്നെ എടുത്തു. ലോവർ ലിമിറ്റ് ചൂസ് ചെയ്താൽ മതി അല്ലേ? ലോവർ ലിമിറ്റ് യൂസ് ചെയ്താൽ മതി. ഓക്കെ അപ്പം എല്ലാവർക്കും 50 മാർക്സിന്റെ ഏരിയയിൽ, അതായത് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ സെഷന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ക്ലാസ്സസ് ഓൾറെഡി പ്രോപ്പർലി അറ്റൻഡ് ചെയ്ത് പോയതായിരുന്നു, നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റൻ വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇന്റൻഷൻ ആയിട്ട് ഇന്നത്തെ സെഷനെ കൺസിഡർ ചെയ്തിരുന്നത് ഇറ്റ് വാസ് നോട്ട് അബൌട്ട് ദ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സൈഡ് ഫാക്ടർ മാത്രമായിരുന്നു. നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മാർക്സ് ആയിരുന്നു. 10 മാർക്സ് ഇൻ റിലേഷൻ ടു ദ പ്രൊഫഷണൽ മാർക്സ് ആയിരുന്നു. ആ 10 മാർക്സ് പ്രൊഫഷണൽ മാർക്സിന്റെ ഏരിയ ക്ലിയർ ആണോ പ്രോപ്പർലി എല്ലാവർക്കും? അപ്പം ഒന്നും കൂടെ ചോദിക്കുകയാണ്, പ്രൊഫഷണൽ മാർക്കിന്റെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്? കമ്മ്യൂണിക്കേഷൻ, അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ, സ്കെപ്റ്റിസിസം, കൊമേഴ്ഷ്യൽ അക്യുമെൻ. ബട്ട് ടു ബി ഫ്രാങ്ക്, ഈ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്ത കാര്യമില്ല. നമ്മളവിടെ മെയിൻലി എന്തിൽ ഫോക്കസ് ചെയ്താൽ മതി? മെറ്റീരിയാലിറ്റി പറഞ്ഞ ബെഞ്ച് മാർക്ക് വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക, പാർട്ണറിന്റെ ഇമെയിലിന് അപ്രോപ്രിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യുക, സിനാരിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഓരോ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും സിനാരിയോയും ലിങ്ക് ചെയ്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക, മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റിഫിക്കേഷൻസ് ഓരോന്നും അപ്രോപ്രിയേറ്റ് ആയിട്ട് തന്നെ എടുക്കുക. ദെൻ നമ്മുടെ സിനാരിയോയ്ക്കകത്ത് നമ്മൾ പലതരത്തിലുള്ള റിസ്കുകൾ ലിങ്ക് ചെയ്യാൻ നോക്കുക. കൊമേഴ്ഷ്യൽ അക്യുമെനിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ സിനാരിയോയ്ക്കകത്തുള്ള ഓരോ കോണ്ടന്റും എടുത്ത് നമ്മൾ ഏറ്റവും പ്ലോസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് ഇത് നമ്മളിപ്പം ജനറൽ ആയിട്ട് പറഞ്ഞു എന്നുണ്ടെങ്കിലും സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ഓരോന്നും പ്രോപ്പർലി കൺസിഡർ ചെയ്യുക. ഇസ് എ ക്ലിയർ എവരിവൺ? യെസ് സർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ആസ് പാർട്ട് ഓഫ് ദി സെഷൻ ആകെ ഓഡിറ്റ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയറും മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവരും ഈ കാര്യം ഇന്ന് തന്നെ ഒന്ന് നോക്കുക. ആൻഡ് ദി സെയിം സെഷൻ വിൽ ബി അവൈലബിൾ ഇൻ യൂട്യൂബ് ആസ് വെൽ. So in case if you want to watch later, definitely you can go for that. And already it's going live in YouTube. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ഉടനെ തന്നെ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ്, ഈ നോട്ട്സ് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം, ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. സോ നമ്മളപ്പോൾ ഇന്നത്തെ സെഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓഡിറ്റ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽ വിത്ത് സ്റ്റേറ്റ്മെന്റ് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും മാത്രമാണ് ചെയ്തത്. ഈ സെയിം ക്വസ്റ്റൻ എല്ലാവരും ഓൾറെഡി ചെയ്തതാണെന്നുണ്ടെങ്കിലും ഒന്നും കൂടി ചെയ്ത് നോക്കുക. ആൻഡ് നാളത്തെ സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് റിസ്ക് എന്ന് പറയുന്ന ഏരിയ ആയിരിക്കും. ആൻഡ് ബിസിനസ് റിസ്കിന്റെ ഏരിയയും നമ്മൾ ക്വിക്ലി ഡിസ്കസ് ചെയ്ത് പോകും. കാരണം ബിസിനസ് റിസ്ക് എന്ന് പറയുന്ന ഏരിയ ക്വിക്ലി ഡിസ്കസ് ചെയ്യുന്നതിന് റീസൺ നമ്മൾ ഓൾറെഡി നോട്ട്സ് വെച്ച് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ വി വിൽ ജസ്റ്റ് ക്വിക്ലി ഡിസ്കസ് ത്രൂ ദ ഏരിയ ഓഫ് ബിസിനസ് റിസ്ക്. ആൻഡ് സെയിം as ദാറ്റ് ഓഫ് ടുഡേസ് ഫോക്കസ്, നാളെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന് മേലെയാണ്. കാരണം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് പേര് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഏരിയ ആണെന്ന് പറഞ്ഞു when it comes to the area of AAA. അപ്പോൾ ഓഡിറ്റ് പ്രൊസീജിയർ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. കാരണം പ്രൊസീജിയേഴ്സ് നമുക്ക് ബോത്ത് ഇൻ 50 മാർക്സ് ആൻഡ് 25 മാർക്സ് ഏരിയ പല രീതിയിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിലായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷനും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, ഇഫ് പോസിബിൾ എത്തിക്സും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ദിസ് ഇസ് വാട്ട് വി ആർ പ്ലാനിങ് ടു ഡു. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ആഫ്റ്റർ ദ 4 days ഓഫ് സെഷൻ വി വിൽ ബി ഹാവിംഗ് മോക്ക് എക്സാംസ് ആസ് വെൽ ഓൺ ദ ബേസിസ് ഓഫ് മോസ്റ്റ് ലേറ്റസ്റ്റ് അവൈലബിൾ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇസ് എ ക്ലിയർ എവരിവൺ? പക്കാ? അപ്പർ ലിമിറ്റ് ചൂസ് ചെയ്യുന്ന ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതായിരുന്നു? നമ്മള് മെറ്റീരിയാലിറ്റിയിലെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എടുക്കുമല്ലോ. ആ, അപ്പൊ അപ്പർ ലിമിറ്റ് വരുന്ന സിനാരിയോ ഏതൊക്കെയാണെന്ന്? നമ്മുടെ ലോവർ ലിമിറ്റ് എടുത്തതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഇപ്പൊ ഒരു ന്യൂ ക്ലയന്റ് അല്ല, ന്യൂലി ലിസ്റ്റഡ് അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് എപ്പോഴും അപ്പർ ലിമിറ്റ് തന്നെ ചൂസ് ചെയ്യാം. ഹൗവർ ഇൻ അഡീഷൻ ടു ദാറ്റ് അവിടെ എന്തെങ്കിലും ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് ഉണ്ട്, കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ഉണ്ട്, മാനേജ്മെന്റ് ബയസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഒരുപാട് കൂടുതലാണ്. അങ്ങനെയാണ് നമ്മൾ അപ്പർ ലിമിറ്റിൽ നിന്ന് താഴേക്ക് മെല്ലെ പോരും. മനസ്സിലായോ? അപ്പോഴാണ് നമ്മൾ മിഡിൽ ആയിട്ടുള്ള ഒരു എമൗണ്ട്, അപ്പോഴാണ് നമ്മൾ മിഡിൽ ആയിട്ടുള്ള ലെവലിൽ നിർത്തുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ ഉള്ളൂ, മാനേജ്മെന്റ് ബയസ് മാത്രമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ ഒരു ബിറ്റ്വീൻ മിഡിൽ ആൻഡ് ലാസ്റ്റ് എന്നുള്ള രീതിയിൽ നിർത്തിയാൽ മതി. മനസ്സിലായോ? ഓക്കെ, അത് കൃത്യം ഇത്ര തന്നെ കൊണ്ടുപോയി നിർത്തണം എന്നൊന്നുമില്ല. നമ്മൾ ചുമ്മാ ജസ്റ്റിഫിക്കേഷൻ അല്ലേ പറയാം. അപ്പൊ നമ്മൾ പറയാണ്, അതായത് എപ്പോഴും ഇങ്ങനെ കമ്പയർ ചെയ്യാവുള്ളൂ കേട്ടോ. അതായത് പെർസെന്റേജ് വെച്ച് 1% പകരം 0.8% എന്നുള്ള രീതി അസ്യൂം ചെയ്യരുത്. പകരം എന്ത് ചെയ്യുക, ആദ്യമേ തന്നെ ഫിഗർ എടുത്തിടുക, എന്നിട്ട് ആ ഫിഗറിന്റെ ബേസിസിൽ അസ്യൂം ചെയ്താൽ മതി.
50,000 to 1 lakh ആണ് നമ്മുടെ ബെഞ്ച് മാർക്ക്. അപ്പം മാനേജ്മെന്റ് ബയസ് ഉണ്ട്, കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്, we have selected 80,000 as the amount of materiality. Even though it is not a new client or a newly listed client, still there are multiple possibility of mistakes in the company's financial statements, as there are corporate governance weakness and management bias. Therefore, we have concluded that the applicable amount of materiality for the client company would be 80,000 എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്താൽ മതി. മനസ്സിലായോ? Okay, thank you. Okay. Is that clear everyone? Properly മനസ്സിലായോ എങ്ങനെയാ ഓഡിറ്റ് റിസ്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ മാർക്കും എന്നുള്ളത്? Yes, sir. Okay. സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇഫ് പോസിബിൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ ചെയ്തു നോക്കുക. ഓക്കെ, ഓൾറൈറ്റ്. സോ ഇൻ അഡീഷൻ ടു ദിസ് സെഷൻ നിങ്ങൾക്ക് SBR ബേസ് ചെയ്തിട്ട് ഒരു സെഷനും കൂടി ഉണ്ടാവും. ആക്ച്വലി വി വിൽ ബി കൺസിഡറിങ് ഇറ്റ് ആസ് എ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ. സോ നമുക്കറിയാം SBR സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്. സം ഓഫ് ദി സ്റ്റുഡൻസ് ഹാവ് ഓൾസോ റിക്വസ്റ്റഡ് മീ ഫോർ ദി സെയിം. സോ അതുകൊണ്ട് തന്നെ SBR റിലേറ്റഡ് ആയിട്ട് ഡൗട്ട് ക്ലിയറിംഗിന് വേണ്ടിയിട്ടും സ്പെസിഫിക്കലി ഒരു സെഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ടാവും. സോ ഇൻ കേസ് എന്തെങ്കിലും SBR റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ ആൻഡ് I will inform you the schedule in the upcoming day. And on the basis of that, നിങ്ങൾക്ക് properly plan ചെയ്യാം. എന്നിട്ട് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലാരിഫൈ ചെയ്ത് പോവാം. Okay? All right. So that's it, guys. So we will continue tomorrow and we will be focusing on the same areas. So എല്ലാവരും അപ്പോൾ ഏറ്റവും പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ഓക്കെ ഹരി, we have got an updated revision kit. So updated revision kit തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ റിക്വയർമെന്റ്സിന്റെ അകത്ത് ചേഞ്ച് ഉണ്ട്, മാർക്കിംഗ് പാറ്റേണിൽ ചേഞ്ച് ഉണ്ട്. സോ ഏറ്റവും പുതിയ റിവിഷൻ കിറ്റ് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. ആൻഡ് മോറോവർ നിങ്ങൾ പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ AAA ആൻഡ് AA ഈ രണ്ട് പേപ്പേഴ്സിന് പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റിവിഷൻ കിറ്റിന്റെ അകത്ത് നമ്മൾ ബാക്കിയുള്ള പേപ്പേഴ്സ് പോലെയല്ല, AAAക്കകത്തും AA മാത്രം കിറ്റിന്റെ അകത്തുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ദ പ്രോബ്ലം ഈസ് പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് തിങ്കിങ് ബാക്ക് ഫ്രം 2017 അന്ന് P7 എന്ന് പറയുന്ന പേപ്പറായിരുന്നു. അതും AAA തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷെ AAAക്കകത്തും കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് കിടക്കുന്ന എല്ലാം പഴയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ്. സോ അത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പൊ നിങ്ങൾ റിവിഷൻ കിറ്റിന്റെ അകത്തെ ക്വസ്റ്റ്യൻസ് തന്നെ എക്സാം പോലെ തന്നെ എഴുതി നോക്കുന്നതാണ് ബെറ്റർ. അതർ ദാൻ മോക്ക് എക്സാം നിങ്ങൾക്ക് അഡീഷണൽ എഴുതണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാളെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ എല്ലാവരും ഏറ്റവും പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്തിട്ട് വരാം കേട്ടോ. ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച്. ബൈ.